നിങ്ങളുടെ ബെഡ്റൂമിനകത്തൊരു ഒരു മൂർഖനുണ്ട്, എവിടെയാണെന്ന് അറിയത്തില്ല, കിടന്നുറങ്ങും അതിനകത്ത്. ഫാമിലിയിൽ പല ആൾക്കാർക്കും ക്യാൻസർ വന്നിട്ടുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് ആ ജീനുണ്ട്, പ്രത്യേകിച്ച് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ട്രിഗർ ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മൂർഖനെ ഇറക്കി വിടുന്ന സമാധാനമായിട്ട് കിടന്നുറങ്ങാലോ. പണ്ട് നമ്മളെല്ലാം ജനറലൈസ് ചെയ്യും, അവൻ അവിടെ വെള്ളം അടിച്ച് നടന്നിട്ട് ഇതുവരെ ഒരു പ്രശ്നമില്ല, അല്ല പുലി പോലെ നടക്കുന്നു, ഇവിടെ വെള്ളം അടിക്കാത്തവന് ഫാറ്റി ലിവർ വരുന്നു. ഇനി അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് കുറച്ചുകൂടെ പ്രിസൈസിലേക്ക് പോകാൻ പറ്റും. അതിനുള്ള മെത്തേഡ്സ് ഉണ്ട്, അവൈലബിൾ ആണ്. ഈ ടെസ്റ്റ് ചെയ്ത വെള്ളം അടിക്കാം എന്നാ പറയുന്നല്ലേ? എത്ര അടിക്കാന്ന് കൂടെ അറിയാം പോരെ. ഐ ആം നോട്ട് ലിവിങ് ദ ലൈഫ് ഐ ഡിസേർവ്. അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കാറുള്ള ചോദ്യം, ഹൂ ടോൾഡ് യു ദാറ്റ് യു ഡിസേർവ് ബെറ്റർ? ആരാണ് നിങ്ങളോട് ആരാ പറഞ്ഞത്? നിങ്ങൾ തന്നെ പറയുന്നതല്ലേ. യു ഡോണ്ട് ഗെറ്റ് വാട്ട് യു ഡിസേർവ്, യു ഗെറ്റ് വാട്ട് യു ആർ. സിനിമാ രംഗത്തുള്ള പലരും പറയാറുള്ള, ഗോഡ് ഫാദർ ഇല്ല ഒന്നും ഈ ഫീൽഡിൽ രക്ഷപ്പെടില്ല. ഗോഡ് ഫാദർ ഒന്നും ഇല്ലാതെ രക്ഷപ്പെട്ട പല ആൾക്കാരും ഇവിടെ നിൽപ്പുണ്ട്, അവരൊന്നും ഒരു കാണൂല, കാരണം അവരുടെ ബ്രെയിൻ ആ എവിഡൻസ് കാണിച്ചു കൊടുക്കുള്ളൂ. ഇത് ബ്രേക്ക് ചെയ്യാന്ന് പറയുന്നൊരു ചെറിയ പണിയല്ല. അപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന സമയത്ത് പോലും എൻ്റെ ചിന്തകളുടെ ഫ്രീക്വൻസി ഹൈ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ ഇതൊന്നും എന്നെ എഫക്ട് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ചില ആൾക്കാർ ശ്രദ്ധിച്ചറിയാം, അവർക്ക് എന്തൊക്കെ സംഭവിച്ചാലും ജീവിതത്തിൽ എന്ത് ക്രൈസിസ് ഉണ്ടായാലും കുറച്ച് കഴിയുമ്പോൾ അവർ പിന്നെ അതിനേക്കാളും ഫ്ലറിഷ് ചെയ്ത് കയറിപ്പോ. വേറെ ചില ആൾക്കാർ എല്ലാം ബിൽഡ് ചെയ്ത് വെച്ചിട്ട് ഒരൊറ്റ വീഴ്ച മതി, പണിയെല്ലാം തീരും. നമ്മൾ ഹാർഡ് വർക്കിനെ കുറിച്ചും വിഷനെ കുറിച്ചും മിഷനെ കുറിച്ചും ട്രെയിനിങ്ങുകളിലൊക്കെ സംസാരിക്കുന്നെങ്കിലും വളരെ പ്രശസ്തരായിട്ടുള്ള വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ചില ആൾക്കാരോട് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്ന ആൻസർ ഇതൊന്നും അല്ല. ടെക്നോളജി ഇപ്പോൾ ഭയങ്കര സ്പീഡിലാണ് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ട്രാൻസെൻഡൻ എന്ന് പറഞ്ഞ സിനിമയുണ്ട്, അതിൻ്റെ അകത്ത് പുള്ളിയുടെ കോൺഷ്യസ്നെസ് നെറ്റ്വർക്കിൽ അപ്ലോഡ് ചെയ്യും. സോ ഹീ ഈസ് നോട്ട് ഗോയിങ് ടു ഡൈ. പുള്ളിയുടെ ബോഡി മരിച്ചാലും കോൺഷ്യസ്നെസ് ഒക്കെ ഉണ്ട്. സോ ഈസ് ദാറ്റ് പോസിബിൾ? ലൈക്ക് വേർ ഡു യു സീ ദ ഫ്യൂച്ചർ ഓഫ് ഹ്യൂമൻ കൈൻഡ്, ഹ്യൂമൻ എവല്യൂഷൻ? ഒരു പരിധിവരെ അതിപ്പോൾ ഓൾറെഡി പോസിബിൾ ആണല്ലോ. കാരണം പബ്ലിക്കലി അവൈലബിൾ ഡേറ്റ കൂടുതലുള്ള ഒരാളെക്കുറിച്ച് യൂട്യൂബിലും ഇൻസ്റ്റയിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഗൂഗിൾ സെർച്ചിലും ഒക്കെ കിട്ടുന്ന മാക്സിമം ഡേറ്റ കിട്ടാവുന്നവരാണ്. അങ്ങനൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് ഇന്ന് നമ്മൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഒരു ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നതാണല്ലോ. ക്ലോണിനെ ക്രിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ ക്ലോണിനെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലോൺ ഈ എൻറ്റയർ സോഷ്യൽ മീഡിയ ഡേറ്റയും അയാളുടെ പ്രൊഫൈലും അയാളെക്കുറിച്ചുള്ള എൻറ്റയർ കാര്യങ്ങളും പഠിച്ച ഒരു ക്ലോണാണല്ലോ. ദാറ്റ് ക്ലോൺ വിൽ സ്റ്റാർട്ട് ബിഹേവിങ് എക്സാക്ട്ലി ലൈക്ക് ദാറ്റ് പേഴ്സൺ. ഓൾറെഡി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഞാൻ അത് ആൻസർ ചെയ്യുന്നത് എന്നുള്ളത് ഓൾറെഡി എൻ്റെ ക്ലോണിന് അറിയാം. അപ്പോൾ ക്ലോൺ അതേ രീതി ആൻസർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ബേസിക്കലി ഇന്നിപ്പോൾ ക്ലോൺസിനെ നമുക്ക് സൂം മീറ്റിങ്ങിൽ ഓൾറെഡി ഇരുത്തുന്നവരുണ്ട്. ഓൾറെഡി ക്ലോൺസ് സൂം മീറ്റിംഗ് പ്രസൻറ്റ് ആവുന്നുണ്ട്. പല ആൾക്കാരും പലയിടത്തും കൺഫ്യൂസ്ഡ് ആണ്. ഇപ്പോൾ ആക്ച്വലി ഇസ് ഇറ്റ് ദ റിയൽ മാൻ ഓർ ദ ക്ലോൺ എന്ന് പറയുന്ന അവസ്ഥയെത്തി. ഇപ്പോൾ ഒരു പരിധി വരെ നമ്മൾ ആ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ അതൊരു ഫ്യൂച്ചറാണെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. ഇറ്റ്സ് ഓൾറെഡി ഡൺ. ഇപ്പോൾ ഒരു വിഷണറി ആയിട്ടുള്ള ഒരു ആന്ത്രപ്രന്യൂർ മരിക്കുന്നു. അയാളുടെ മകനെ ഒരു പക്ഷേ അയാൾ മെൻറ്റർ ചെയ്ത് ഡെവലപ്പ് ചെയ്തായിരിക്കാം. മകൻ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ചോദിച്ചുകൊണ്ടിരുന്നത് ഈ ഡാഡിയോടായിരിക്കാം. അയാൾ ഇല്ലാതാവുന്നു. സപ്പോസ് ആളുടെ ഒരു ക്ലോൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിത്ത് ലോഡ് ഓഫ് ആക്യുറസി ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ആൾ മരിക്കുന്നില്ല അവിടെ. ആ മകനെ സംബന്ധിച്ചിടത്തോളം മകൻ എന്ത് ക്വസ്റ്റ്യൻ വരിക, ബിസിനസ്സിലൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഓൺ ചെയ്ത് വെച്ചിട്ട് പപ്പ എന്താണ് ഞാനിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പപ്പ ഇവിടെ ആൻസർ ചെയ്തിരിക്കും. കാരണം പപ്പയുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ്, അതിന് പപ്പയും കൂടെ വിചാരിക്കണം ആ ക്ലോണിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത്രയും ഡേറ്റ നമ്മൾ കൊടുക്കണം. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാൻ ഇങ്ങനെയാണ് ഇത് ബിഹേവ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഒരു ക്ലോണിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് ഇന്നത്തെ മൾട്ടി മില്യനേഴ്സും ബില്യനേഴ്സും ഒക്കെ ഓൾറെഡി ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ദാറ്റ് വിൽ ബിക്കം ദ ഗ്രേറ്റസ്റ്റ് ലേണിംഗ് ഫോർ ദെയർ നെക്സ്റ്റ് ജനറേഷൻ. അപ്പം അന്ന് നമ്മൾ ഒരു ഫാൻറ്റസി പോലെ കാണുന്ന കാര്യങ്ങൾ ഇന്നിപ്പോൾ ചെയ്യാനുള്ള എല്ലാ ടെക്നോളജി അവൈലബിൾ ആണ്. നമ്മൾ അത് എയുടെ പോയിന്റിൽ നോക്കിയാലും ഇപ്പോൾ ജെനറ്റിക്സിൻ്റെ പോയിന്റിൽ നോക്കിയാലും നമ്മളൊരു പക്ഷേ മുമ്പ് കാലത്ത് നമ്മൾ ഈ ഇത്തരത്തിലുള്ള മൂവീസിലൊക്കെ കണ്ടിരുന്ന സാധനങ്ങൾ നമ്മളിന്ന് റിയാലിറ്റി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡിസീസസ് ക്യാൻ ബി പ്രിവെൻറ്റഡ്. ഇമ്മോർട്ടാലിറ്റി എന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ എത്ര കാലം കൂടുതൽ കാലം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്തോ എന്തെങ്കിലും സെഷനൊക്കെ വിളിച്ച് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്. വൈ കോണ്ട് യു ഡ്രീം അബൌട്ട് ദ ഡേ നിങ്ങൾ ആ 100ാമത്തെ നിങ്ങളുടെ സെലിബ്രേഷൻ, നിങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാണ്. എങ്ങനെ? രാവിലെ 5 കിലോമീറ്റർ ഓട്ടോ കഴിഞ്ഞ് വന്നിട്ട്
ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രനും ഒക്കെ ആയിട്ട് ചേർന്നിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് ഒരു ഗംഭീര സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി എന്താണോ അത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പോവുകയാണ്. അതിന് വൈകുന്നേരം വേറെ പാർട്ടി ഉണ്ടാവും, അത് വേറെ. എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൂടാ? കാരണം ഇന്ന് അതിന് തക്കതായിട്ടുള്ള ടെക്നോളജി സയൻസ് അവൈലബിൾ ആണ്. അതാണ് WHO തന്നെ പറഞ്ഞിരിക്കുന്നത്. ഈ ഹ്യൂമൻ ജനോം പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് WHO പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, ദിസ് ഹെൽപ്സ് പീപ്പിൾ ടു ടേക്ക് ഇൻഫോംഡ് ചോയ്സ്. നിങ്ങൾക്കിനി പറയാൻ പറ്റത്തില്ല ഞാൻ അറിഞ്ഞില്ലായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഇത് സാധിക്കുമായിരുന്നു ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് നമ്മുടെ തീരുമാനമാണ്. ഇപ്പം എൻ്റെ ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്ത ശേഷം എനിക്ക് കിട്ടുന്ന റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്, നിക്കോട്ടിൻ എന്നെ സംബന്ധിച്ചിടത്തോളം ചില ജീനുകളെ ആക്ടിവേറ്റ് ചെയ്യുമെന്ന് കണ്ടിട്ട് പിന്നീട് നിക്കോട്ടിൻ ഞാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഫെയ്റ്റ് അല്ലല്ലോ, അതെൻ്റെ ഡിസിഷൻ അല്ലേ. സ്റ്റുപ്പിഡിറ്റി. അപ്പം അത് മനസ്സിലാക്കാനുള്ള നേരത്തെ അറിയില്ലായിരുന്നു. പണ്ട് നമ്മളെല്ലാം ജനറലൈസ് ചെയ്യും, അവൻ അവിടെ വെള്ളം അടിച്ച് നടന്നിട്ട് ഇതുവരെ ഒരു പ്രശ്നമില്ല, അല്ല പുലി പോലെ നടക്കുന്നു, ഇവിടെ വെള്ളം അടിക്കാത്തവന് ഫാറ്റി ലിവർ വരുന്നു. ഇനി അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് കുറച്ചുകൂടെ പ്രിസൈസിലേക്ക് പോകാൻ പറ്റും. അതിനുള്ള മെത്തേഡ്സ് ഉണ്ട്, അവൈലബിൾ ആണ്. ഇപ്പൊ ഈ ടെസ്റ്റ് ചെയ്ത വെള്ളം അടിക്കാം എന്നാ പറയുന്നല്ലേ? പിന്നെ ചാട്ടം എത്ര അടിക്കാന്ന് കൂടെ അറിയാം പോരെ? അല്ല, അറിയാൻ പറ്റും നമുക്ക് അഡിക്ഷനുള്ള പോസിബിലിറ്റി ഉണ്ടോ, അതിനുള്ള ജീൻ നമ്മളിലുണ്ടോ. അതായത് ബേസിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ചില ജീനുകളുണ്ട്, ആ ജീനുകളാണ് നമ്മളുടെ ആൽക്കഹോൾ അഡിക്ഷനിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ആ ജീൻ വേരിയൻ്റ് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ ആൽക്കഹോൾ കഴിക്കുന്നതുകൊണ്ട് അയാൾക്ക് എപ്പോൾ വേണമെങ്കിൽ നിർത്താം, എപ്പോൾ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ മറ്റേ ജീനുള്ള പാർട്ടിയാണെന്നുണ്ടെങ്കിൽ അടിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പയ്യെ അവനതൊരു ഹാബിറ്റായിട്ട് മാറാൻ തുടങ്ങും. അറിയാതെ പിന്നെ ഒറ്റയ്ക്കിരുന്ന് അടിക്കേണ്ടി വരും, കൂട്ടായിട്ട് അടിക്കേണ്ടി വരും, പിന്നെ ആൽക്കഹോളിസത്തിലേക്കൊക്കെ പോയെന്ന് വരും. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് ഉണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ചുള്ള ആ ഹാബിച്വൽ പാറ്റേണിലേക്ക് കയറാൻ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഇന്ന് ടെക്നോളജിയും സയൻസും എത്രമാത്രം വികസിച്ചിട്ടുണ്ടോ അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ നിലവാരം കൂട്ടാൻ വേണ്ടി എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിനുള്ള സംവിധാനങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്. അതൊന്നും എക്സ്പെൻസീവ് അല്ല. നേരത്തെ നമ്മൾ കോസ്റ്റിൻ്റെ കാര്യം ചോദിച്ചില്ലേ. ഇപ്പം ഞങ്ങളിപ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന പുതിയ ആപ്പ് ഉണ്ട്, ട്രിഗർ എന്ന് പറയുന്ന ആപ്പിൻ്റെ നെക്സ്റ്റ് വേർഷൻ ഉണ്ട്. അതിനകത്ത് നമ്മളുടെ AI ഡയറ്റീഷ്യൻ ഉണ്ട്. അപ്പോൾ AI ഡയറ്റീഷ്യൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഹെൽത്ത് പ്രോബ്ലംസ് അത് നിങ്ങൾ കൊടുക്കുക, ഹെൽത്ത് ഗോൾസ് കൊടുക്കുക, നിങ്ങളുടെ പ്രിഫറൻസ് വെജിറ്റേറിയൻ ആണോ നോൺ വെജ് ആണോ വീഗൻ ആണോ കൊടുക്കുക. ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഡയറ്റ് പ്ലാൻ AI നമ്മുടെ ഡയറ്റീഷ്യൻ ഉണ്ടാക്കും. ഹെൽത്ത് ഗോളും കൊടുത്തിട്ടുണ്ട്, വെയിറ്റ് ലോസ് ആണെങ്കിൽ അതൊക്കെ അനുസരിച്ചുള്ളതായിരിക്കും. അപ്പോൾ എനിക്ക് നോക്കുകയാണ്, ഇത് ബോറാണ്, രാവിലെ എനിക്ക് ഇഡ്ഡലി ശരിയല്ല എന്ന് വെച്ചാൽ ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 25 ഓപ്ഷൻ കിട്ടും. കാലറിയും മാക്രോസും കറക്റ്റായിട്ടുള്ളത്, എനിക്ക് എത്ര കാലറി വേണം, എത്ര മാക്രോസ് വേണം. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള കാലറി മെഷർ ചെയ്യാം, മാക്രോസ് മെഷർ ചെയ്യാം. വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് അലേർട്ട് കിട്ടും, നീ ഇത്ര കാലറി കൺസ്യൂം ചെയ്തിട്ടുണ്ട്, ഇത്രയും വരെ പോകാൻ പറ്റുള്ളൂ, രാത്രിയിലത്തെ ഡിഷൊന്നും മാറ്റിക്കോ, ഇങ്ങനെ ആക്കിക്കോ എന്നുള്ള മെഷർമെൻറ്റ് വരുന്നുണ്ടാവും. അത്ര പ്രിസിഷനിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. എഗെയിൻ അവിടെ ചോദ്യം വരാവുന്നത്, ഇത്രയും പ്രിസിഷൻ വരുമ്പം RNB ബിക്കമിങ് ടു മെക്കാനിക്കൽ എന്നുള്ളതാണ്. പക്ഷേ അത് ഞാൻ കരുതുന്നത് ഇത് നമ്മുടെ കൺവീനിയൻസ് കൂട്ടും, നമ്മൾ കുറച്ചുകൂടെ ബെറ്ററായിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതായത് ഇനി വരുന്ന ഫ്യൂച്ചർ എന്ന് പറയുന്നത് ക്വാണ്ടിഫൈഡ് സെൽഫ് എന്നാണ് പറയുക. ഹൗ മച്ച് യു ക്യാൻ ക്വാണ്ടിഫൈ യുവർ സെൽഫ്, അത്രയും നിങ്ങൾക്ക് ബെറ്ററായിട്ട് ജീവിക്കാൻ സാധിക്കും. അതിനൊക്കെ വേറെ സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ടാവും. ഇത് കൂടുതൽ ചില ആൾക്കാർ പറയും, ഈ പറയുന്ന എല്ലാ ഡേറ്റയൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഇത് കൺസേൺ ആയിട്ട് മാറത്തില്ല എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇപ്പോഴും ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ജനറ്റിക് ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ റിസ്ക് ഫാക്ടർ എല്ലാം കൂടെ കേട്ട് കഴിയുമ്പോഴത്തേക്കും പേടിയാവത്തില്ലേ? ഞാൻ തിരിച്ചു ചോദിക്കാറുണ്ട്, നിങ്ങളുടെ വീടിനകത്തൊരു, നിങ്ങളുടെ ബെഡ്റൂമിനകത്തൊരു മൂർഖനുണ്ട്, എവിടെയാണെന്ന് അറിയത്തില്ല, കിടന്നുറങ്ങും അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കണ്ടെത്തണം, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എൻ്റെ വീട്ടിൽ, എൻ്റെ കുടുംബത്തിൽ, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ പല ആൾക്കാർക്കും ക്യാൻസർ വന്നിട്ടുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് ആ ജീനുണ്ട്, അതിന് പ്രത്യേകിച്ച് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു എപ്പിജനറ്റിക് പ്രോസസ്സിൽ കൂടെ നമുക്കതിനെ ട്രിഗർ ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ ട്രിഗർ ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ മൂർഖനെ ഇറക്കി വിടുത്ത് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാലോ. അപ്പോൾ ആ ഒരു ലെവലിലാണ് ലൈഫിനെ ഈ പറയുന്ന ഇന്നത്തെ കാലത്തെ സയൻസും ടെക്നോളജിയും ലൈഫിനെ ബെറ്റർ ആക്കാൻ പോകുന്നത്. NAD ഇപ്പോൾ ഒരു അത്ലീറ്റ് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഒരു കൂട്ടം അത്ലീറ്റ്സ് ഇതെല്ലാം എടുക്കുന്നുണ്ട് എന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഈക്വലി ഒരേ രീതിയിലുള്ള പെർഫോമൻസ് കിട്ടത്തില്ലേ? അത് വളരെ എന്താ പറയുക, ഐഡിയലിസ്റ്റിക് സിറ്റുവേഷനാണ്. കാരണം ഒരു മോളിക്യൂള് മാത്രമല്ല നമ്മുടെ പെർഫോമൻസിനെ ഡിസൈഡ് ചെയ്യുന്നത്.
മോളിക്യൂളോ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഒരു ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ മാത്രമല്ല നമ്മുടെ പെർഫോമൻസിനെ ഡിസൈഡ് ചെയ്യുന്നത്. മെൻ്റൽ ഫങ്ഷൻസ് നമ്മുടെ പെർഫോമൻസിനെ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ സ്ലീപ്പ് പാറ്റേൺസ് നമ്മുടെ പെർഫോമൻസിനെ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ അധികം കാര്യങ്ങളെല്ലാം കൂടെ ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ആക്ച്വലി ഇത് പെർഫോമൻസിൽ ഉണ്ടാക്കുന്ന മാറ്റം ഉണ്ടാക്കുന്നത്. കോഹ്ലിയാന്ന് വിചാരിക്കുക, വിരാട് കോഹ്ലി. അപ്പോൾ അതുപോലെ ക്രിക്കറ്റർ ആണെങ്കിൽ അവർ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലും ട്രെയിൻഡ് ആയിരിക്കും. അല്ലെങ്കിൽ ഉറക്കം, ഫുഡ്, ഈ പറയുന്ന റെസ്റ്റ് ഒക്കെ ഉണ്ടാവും. അതിലൂടെ ഇതും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാം പെർഫോമൻസും ആ ഒരു ലെവലിൽ നിൽക്കില്ലേ? തീർച്ചയായിട്ടും അവർ ഇത്തരത്തിലുള്ള ന്യൂട്രീഷണൽ IVs ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് പലരും എല്ലാവരും തന്നെ. അതിൻ്റേതായിട്ടുള്ള ഹെൽത്തിൽ അവരുടെ ഫിസിയോളജി മാറ്റം ഉണ്ടാവും. പക്ഷേ ഇതിനൊന്നും സൈക്കോളജിയിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങളുടെ മൈൻഡ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇപ്പം നമുക്കറിയാം ചില ക്രിക്കറ്റേഴ്സ് എന്തുകൊണ്ടാണ് അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് എന്തുകൊണ്ട് കളിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ടെക്നിക്ക് തെറ്റിപ്പോയിട്ടല്ലല്ലോ അവർക്ക് വരുന്ന പ്രശ്നങ്ങൾ. പണ്ടൊരിക്കൽ ഞാൻ ഓർക്കുന്നുണ്ട്, ലോങ് ബാക്ക് 2002 or 2003 ആണ് രാഹുൽ ദ്രാവിഡ് അങ്ങനെ ഷൈൻ ചെയ്ത് നിൽക്കുന്ന കാലത്ത് പെട്ടെന്ന് അയാൾ ഔട്ട് ഓഫ് ഫോം ആവുകയും ഒരിക്കൽ ഞാനത് വായിക്കാൻ കാര്യം വീക്ക് എന്ന് പറയുന്ന മാഗസിൻ എന്നും ഓർക്കുന്നുണ്ട്. അതിൻ്റെ ഫ്രണ്ട് പേജിൽ ഒരു 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 കവർ സ്റ്റോറി ആയിട്ട് വന്നത് രാഹുൽ ദ്രാവിഡ് ഇങ്ങനെ ഒരു ഗ്രൗണ്ടിന് ഓൾമോസ്റ്റ് പാരലായിട്ട് നിന്നൊരു ക്യാച്ച് എടുക്കുന്നതാണ്, ഫ്ലൈ ചെയ്തൊരു ക്യാച്ച് എടുക്കുന്നതിൻ്റെ പടവും. അതിന് താഴെ എഴുതിയിരുന്നത് മൈൻഡ് ക്യാൻ റീച്ച് വെയർ മസിൽ കനോട്ട് എന്നാണ്. അപ്പോൾ ആൾ സമോർ അതർ ഫോർ എ പീരീഡ് ഓഫ് ടൈം ഔട്ട് ഓഫ് ഫോമായി. ആ സമയത്ത് ഓസ്ട്രേലിയയിലുള്ള ഏതോ ഒരു സൈക്കോ തെറാപ്പിസ്റ്റിൻ്റെ അടുത്താണ് പുള്ളി ഹെൽപ്പ് ചോദിച്ചത്. അപ്പോൾ അവിടെ അവർ ചെയ്തത് സൈക്കോ തെറാപ്പിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതിന് ഒരു ഒറ്റ പോയിന്റിൽ നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ എന്ത് പ്രോബ്ലം ഉണ്ടായത് അതെല്ലാം എൻ്റെ മൈൻഡ് റിലേറ്റഡ് ആണ് എന്ന് ചിന്തിക്കുന്നതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. വി നീഡ് ടു നോ ദാറ്റ് അതിനകത്ത് മൈൻഡ് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്യുന്നത് നിങ്ങളുടെ ബോഡി ആയിരിക്കാം, ഹോർമോൺസ് ആയിരിക്കാം. നമ്മുടെ ബോഡി, ബ്രെയിൻ, മൈൻഡ്, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇത് മൂന്നിനെയും ഒപ്റ്റിമൈസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പെർഫോമൻസ് ബെസ്റ്റായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഈ പെർഫോമൻസ് എൻഹാൻസിങ് ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ പൊതുവേ ഈ സ്പോർട്സിലൊക്കെ അത് ബാൻഡ് ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന IVസിലൂടെ വരുന്ന പെർഫോമൻസ് എൻഹാൻസ് ചെയ്യുന്നത് ഇല്ല, ഇത് പ്യുവർലി ന്യൂട്രിയൻസ് ആണ്. ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്ഷണത്തിൽ കൂടെ കിട്ടേണ്ടതാണല്ലോ ബേസിക്കലി. ഇതൊന്നും വേറെ ഒരു തരത്തിലുള്ള എന്താ പറയുക അബ്നോർമൽ ആക്ടിവിറ്റികൾ ക്രിയേറ്റ് ചെയ്യുന്നതല്ല. നോർമലി എന്തിനാണ് ന്യൂട്രിയൻസിൻ്റെ ഇപ്പം മഗ്നീഷ്യം നമ്മളിപ്പോൾ IV ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് എന്തിനു കൊടുക്കുന്നു ചോദിച്ചാൽ മഗ്നീഷ്യം ഡെഫിഷ്യൻസി ഉള്ള കേസിൽ മാത്രമേ കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഒന്നുകിൽ ജനറ്റിക് ഡെഫിഷ്യൻസി ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ ബ്ലഡ് ലെവൽസ് ലോ ആയിരിക്കും. അതുകൊണ്ട് അവർക്കുണ്ടാകാവുന്ന ഹെൽത്ത് ചാലഞ്ചസ് എന്തെങ്കിലും ഡിറ്റക്ട് ചെയ്യുന്ന കാണുന്ന അവസ്ഥയിലാണ് എപ്പോഴും നമ്മളത് ചെയ്യുന്നത്. അല്ലാതെ ചുമ്മാ ആർക്കും ഇപ്പം NAD ഇപ്പം പലയിടത്തും ആൾക്കാർ അത് ചോദിച്ചു വരുന്നവരുണ്ട്, അറിയാവുന്നവർ. അല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഡോക്ടേഴ്സ് ഡിസിഷനാണ് അത് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇപ്പം ന്യൂട്രീഷണൽ IV എന്ന് പറഞ്ഞാൽ എല്ലാം ന്യൂട്രീഷൻ തെറാപ്പി തന്നെയാണ്. അതിനകത്ത് ഒരിക്കലും മറ്റു തരത്തിലുള്ള മോളിക്യൂൾസോ അല്ലെങ്കിൽ ഡ്രഗ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കോ പോകുന്നേയില്ല. ഈ ഒരു ടെക്നോളജി മാറി നിൽക്കട്ടെ, നമുക്ക് സാധാരണ മനുഷ്യന്മാരുടെ കാര്യം ചോദിക്കാം. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ താല്പര്യമുള്ളൊരു വ്യക്തി എന്തൊക്കെയോ റീസൺ കൊണ്ട് ലോ എന്നൊരു കണ്ടീഷനിലേക്ക് പോകുന്നു. സോ അതിൻ്റെ റീസൺസ് എന്തൊക്കെയാവും? നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു പോയിന്റ് വെച്ച് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് കുറേ ആൾക്കാരുടെ ട്രാൻസ്ഫോർമേഷനുമായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്തുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, പലപ്പോഴും സംഭവിക്കാറുള്ളത് എത്രമാത്രം എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ടായാലും, അത് വ്യക്തികളാവട്ടെ സിറ്റുവേഷൻസ് ആവട്ടെ, ഒരാൾ ലോ ആകുന്നു അല്ലെങ്കിൽ ഒരാൾക്ക് കൈവിട്ടു പോകുന്നു എന്നൊക്കെ പറയുന്ന അവസ്ഥ വരുന്നത് ആ ആളിൽ തന്നെ ഉണ്ടാകുന്നൊരു മാറ്റം കൊണ്ടാണ്, അല്ലെങ്കിൽ ആളുടെ ഉള്ളിലുണ്ടാകുന്ന മാറ്റം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ചില ആൾക്കാർക്ക് ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ വാലിഡേഷൻ കേട്ടിട്ടില്ലേ? വാലിഡേഷൻ, ഇപ്പം മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് കരുതും, ഇതാണ് വാലിഡേഷൻ എന്ന് പറയുന്നത്. അത് ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇപ്പോൾ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യാൻ മടിക്കുന്ന ആൾക്കാരുണ്ട്, കാരണം മറ്റുള്ളവർ എൻ്റെ ബോഡി കാണുമ്പം എന്തായിരിക്കും കരുതുക. ഇപ്പോൾ ഞാൻ ജിമ്മിൽ പോയി തുടങ്ങിയ സമയത്ത് നമ്മൾ ഈ വെയിറ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ മറ്റവൻ അപ്പുറത്ത് 50 കിലോ എടുക്കുക, നമ്മൾ 25 കിലോ, അവൻ നമ്മളെ കാണുമ്പോൾ എങ്ങനെ ഇരിക്കും. അപ്പോൾ പിന്നീട് ഞാൻ തന്നെ സ്വയം എന്നോട് പറയേണ്ടി വരും, എന്ത്, ഞാൻ അവൻ്റെ വാലിഡേഷന് വേണ്ടി അല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഐ ഹാവ് കം ഹിയർ ടു ബെറ്റർ മൈ സെൽഫ്. ഇത് ഒരു സെൽഫ് ടോക്ക് പോലെ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ സ്വയം എന്നോട് പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. നിരവധി ആൾക്കാരെന്ന ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം കൂടുതലും ഫേസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം മറ്റുള്ളവരുടെ വാലിഡേഷനാണ്. വാലിഡേഷൻ ഉണ്ടാവാൻ വേണ്ടി ചെയ്യുന്നു പല കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നു, മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് വിചാരിച്ചിട്ട്. ഇതൊന്ന്.
രണ്ട് സാഹചര്യങ്ങളും മറ്റുള്ള ആൾക്കാരും എന്നെ ലോ ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിന് പല തിയറികൾ അപ്ലൈ ചെയ്ത് നോക്കേണ്ടി വരും, സൈക്കോളജി മാത്രമല്ല. ഇപ്പം ചിന്തകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഒരു എനർജി പോയിന്റ് ഓഫ് വ്യൂ എന്നോ ഒരു ക്വാണ്ടം സയൻസ് പോയിന്റ് ഓഫ് വ്യൂ എന്നോ ചിന്തിക്കുകയാണെങ്കിൽ ചിന്തകളെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി. പ്രപഞ്ചത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എനർജിയാണെന്നാണല്ലോ ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്നത്. ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ, വിസിബിൾ, ഇൻവിസിബിൾ എല്ലാം എനർജിയാണ്. വൺ ഫോം ഓർ അനദർ ഫോം ഓഫ് എനർജി. സോളിഡ്, ലിക്വിഡ്, ഗേഷ്യസ്, സൗണ്ട്, ലൈറ്റ്, തോട്ട്സ്, ഇങ്ങനെയാണത് പോകുന്നത്. ഇപ്പോൾ സോളിഡ് എന്ന് പറയുമ്പം ലോവസ്റ്റ് ഫ്രീക്വൻസി, അതിനേക്കാൾ കുറച്ചുകൂടെ ഹയർ ഫാസ്റ്റർ ഫ്രീക്വൻസി ആകുമ്പോഴത്തേക്ക് ലിക്വിഡായി, അതിനേക്കാൾ ഹയർ ഫാസ്റ്റർ ഫ്രീക്വൻസി ഗേഷ്യസ് ആയി, അതിന് മുകളിൽ സൗണ്ട് ആയി, അതിന് മുകളിൽ ലൈറ്റ് ആയി, അതിന് മുകളിൽ തോട്ട്സ്. അപ്പം ചിന്തകൾ എന്ന് പറയുന്നത് ഇതിനൊക്കെ മുകളിൽ ഉള്ളൊരു ഫ്രീക്വൻസിയാണ്. ഈ എന്തൊക്കെ സാധനങ്ങൾ ലോകത്തുണ്ടോ, ഞാൻ വളരെ ഷോർട്ടായിട്ട് പറയാം കേട്ടോ, ഈ എനർജിയും ഫ്രീക്വൻസിയുള്ള എന്ത് സാധനങ്ങളും ഉള്ളൊരു ഫിസിക്സിലുള്ളൊരു പ്രത്യേകത, അതെല്ലാം റെസൊണൻസ് എന്ന് പറയുന്ന തിയറിയും വർക്ക് ചെയ്യും. ലോ ഓഫ് റെസൊണൻസ് എന്താ അത്? സെയിം ഫ്രീക്വൻസിയുള്ള സാധനങ്ങൾ റെസൊണേറ്റ് ചെയ്യും. നമ്മൾ ഫിസിക്സ് ലാബിൽ പണ്ട് ഫിസിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ടെങ്കിൽ ഈ ഒരു റെസൊണൻസ് കോളം ഉണ്ടാവും, അതിന് മുകളിൽ ഒരു ട്യൂണിംഗ് ഫോർക്ക് കൊണ്ട് ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ ഒരു സ്പെസിഫിക് ഡിസ്റ്റൻസ് വെക്കുമ്പോൾ ഇത് ഹം ചെയ്യും, അത് റെസൊണൻസ് ആണ്. സെയിം വേ നമ്മുടെ ഫ്രീക്വൻസി അതിന് പറ്റുന്ന തരത്തിലുള്ള സബ്ജക്ട്സ് ആൻഡ് ഒബ്ജക്ട്സ് ഇൻ ദ യൂണിവേഴ്സ് ഓൾവേസ് കീപ്പ് ഓൺ റെസൊനേറ്റിംഗ് എന്നാണ് പറയുക. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള കുറേ ആൾക്കാരുണ്ട്, അവർക്കും ഉണ്ടല്ലോ ചിന്തകളും ഈ ഫ്രീക്വൻസിയൊക്കെ. മേ ബി നിങ്ങളുടെ ഉയർച്ച കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും അവർ. അപ്പോൾ നിങ്ങളൊരു തകർച്ച കാണാനായിട്ട് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള തോട്ട്സ് ആയിരിക്കും അവർക്കുള്ളത്. നോർമലി നമ്മൾ നെഗറ്റീവ് തോട്ട്സ്, പോസിറ്റീവ് തോട്ട്സ് എന്നൊക്കെ പറയും. പക്ഷെ ഒരു എനർജി പോയിന്റ് ഓഫ് വ്യൂ നോക്കിയാൽ ഇതിനെ ലോ ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി എന്ന് പറയാൻ പറ്റും. നത്തിങ് കോൾഡ് എ നെഗറ്റീവ് തോട്ട് ഓർ പോസിറ്റീവ് തോട്ട്. ലോ ഫ്രീക്വൻസി തോട്ട്സ്, ഹൈ ഫ്രീക്വൻസി തോട്ട്സ്. കാരണം എനിക്ക് പോസിറ്റീവായിട്ടുള്ള ചിന്തയുള്ള സമയത്ത് എൻ്റെ ഫ്രീക്വൻസി കൂടുതലല്ലേ. നെഗറ്റീവായിട്ടുള്ള തോട്ട് ആരെക്കുറിച്ചാണെങ്കിലും എന്നെക്കുറിച്ചാണെങ്കിലും എൻ്റെ ഫ്രീക്വൻസി ലോ ആയിരിക്കും. സിമ്പിൾ. നൗ മറ്റുള്ള ആൾക്കാരുടെ ലോ ഫ്രീക്വൻസി, അതായത് മോശപ്പെട്ട ചിന്തകൾ എന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഞാൻ അവരെക്കാൾ ലോവർ ഫ്രീക്വൻസിയിൽ എത്തി എന്നുള്ളതാണ്. സൊല്യൂഷൻ, എൻ്റെ ഫ്രീക്വൻസി എനിക്ക് ഉയർത്താം, അവരുടെ ഫ്രീക്വൻസി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മോശപ്പെട്ട സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന സമയത്ത് പോലും ഇഫ് ഐ ക്യാൻ കീപ് മൈ ഫ്രീക്വൻസി ഓഫ് തോട്ട്സ്, എൻ്റെ ചിന്തകളുടെ ഫ്രീക്വൻസി ഹൈ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ ഇതൊന്നും എന്നെ അഫക്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ചില ആൾക്കാർ ശ്രദ്ധിച്ചറിയാം, അവർക്ക് എന്തൊക്കെ സംഭവിച്ചാലും ജീവിതത്തിൽ എന്ത് ക്രൈസിസ് ഉണ്ടായാലും കുറച്ച് കഴിയുമ്പോൾ അവർ പിന്നെ അതിനേക്കാളും ഫ്ലറിഷ് ചെയ്ത് കയറിപ്പോവും. വേറെ ചില ആൾക്കാർ എല്ലാം ബിൽഡ് ചെയ്ത് വെച്ചിട്ട് ഒരൊറ്റ വീഴ്ച മതി, പണിയെല്ലാം തീരുവിടെ. ശ്രദ്ധിച്ചറിയാൻ പറ്റും. ചിലപ്പോൾ കഷ്ടകാലം വരുമ്പോൾ കൂട്ടത്തോടെ വരിക, ഓട്ടർഷ പിടിച്ച് വരിക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഇത് വരുന്നത് ബേസിക്കലി നമ്മളുടെ ഫ്രീക്വൻസി ലോ ആകുന്നതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്താണ് ഇതിനകത്ത് ചെയ്യുക എന്ന് ചോദിച്ചാൽ, വളരെ ഷോർട്ടായിട്ട് ഒറ്റ സെൻറ്റൻസിൽ പറയുകയാണെങ്കിൽ യു ഹാവ് ടു ബി കോൺഷ്യസ് അബൌട്ട് യുവർ തോട്ട്സ്. ഞാൻ റൈസപ്പ് എന്ന് പറയുന്ന കൺവെൻഷനകത്ത് കംപ്ലീറ്റ്ലി ഒരു ഫുൾ ഡേ 10 മണിക്കൂറോ മറ്റോ നിൽക്കുന്ന പ്രോഗ്രാമിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ടെക്നിക്ക് മാത്രമാണ് പഠിപ്പിക്കുന്നത്. റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചിന്തകളെ കോൺഷ്യസ് ആവാനും അവയെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കൊണ്ടു നടക്കാനും പഠിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ജീവിതം നമ്മളുണ്ടാക്കും. കാരണം മനുഷ്യൻ്റെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഞാനാണ് എൻ്റെ ബ്രെയിനും എൻ്റെ ബ്രെയിനാണ് ഞാനെന്നുള്ളതാണ്. ഇത് തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. എനിക്ക് ദേഷ്യം വരുന്നു അല്ലെങ്കിൽ ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് പറയുന്നതിന് വരെ എന്തുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ബ്രെയിൻ ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് പറഞ്ഞുകൂടാ? അല്ലെങ്കിൽ എൻ്റെ ബ്രെയിൻ ലോ ആണ്, അല്ലെങ്കിൽ എൻ്റെ ബ്രെയിൻ ഹൈ ആണ്, എൻ്റെ ബ്രെയിൻ ദേഷ്യത്തിലാണ് എന്ന് പറഞ്ഞുകൂടാ. കാരണം ബ്രെയിനകത്താണല്ലോ പണി നടക്കുന്നത്. ഞാൻ അതിൽ നിന്ന് ഡിറ്റാച്ച് നിന്ന് നോക്കിയേ, ഇപ്പുറത്ത് ഞാൻ ഇങ്ങോട്ടൊന്ന് മാറി നിന്ന് നോക്കിയേ. സോ ഇത് കോൺഷ്യസ് ആകുന്ന ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പലതരത്തിലുള്ള ട്രെയിനിങ്ങുകളൊക്കെ ഇന്ന് ആൾക്കാർ അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കും നിങ്ങളുടെയൊക്കെ ഈ സെഷനൊക്കെ കാണുന്നത്. പലയിടത്തും കേട്ടിട്ടുണ്ടാവും 94%, 95% നമ്മളുടെ ബ്രെയിനിൻ്റെ ഫങ്ഷൻസിൽ 94-95% നോൺ കോൺഷ്യസ് ആണ്. ഓൺലി 5-6% മാത്രമേ കോൺഷ്യസ് ആയിട്ടുള്ള പാർട്ടുള്ളൂ നമ്മുടെ ബ്രെയിനിൻ്റെ. ഈ പാർട്ട് യൂസ് ചെയ്ത് വേണം നമുക്ക് ജീവിക്കാൻ, മറ്റേത് നോൺ കോൺഷ്യസ് ആണ്. അപ്പോൾ ഈ കോൺഷ്യസ് എന്ന് പറയുന്ന പാർട്ടിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന ആൾക്കാരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. പല ട്രെയിനിങ്ങുകളും ഞാൻ പലപ്പോഴും കാണാറുള്ളത്, ഈ മാനിഫെസ്റ്റേഷൻ ട്രെയിനിങ്, ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനിങ്, ഇതൊക്കെ നോൺ കോൺഷ്യസ് തന്നെയാണ് പിന്നെയും പഠിപ്പിക്കുന്നത്. ബേസിക്കലി നമുക്ക് കോൺഷ്യസ് ആവുക, വാട്ട് ഈസ് ഗോയിങ് ഓൺ ത്രൂ മൈ മൈൻഡ് റൈറ്റ് നൗ. എൻ്റെ ബ്രെയിനിൽ കൂടി ഇപ്പോൾ കടന്നു പോകുന്ന ചിന്തകൾ എന്താണ്? അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും കോൺഷ്യസ്?
ഞാൻ എന്നോട് തന്നെ ചോദിച്ചാൽ പോരെ. ഞാൻ എൻ്റെ ബ്രെയിൻ ആണെങ്കിൽ എനിക്ക് ചോദിക്കാൻ അറിയാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ചോദിക്കാൻ പറ്റും. ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് സപ്പോസ് നിങ്ങളുടെ ഉള്ളിൽ കൂടെ വളരെ മോശം ഒരു ചിന്ത വരികയാണ്, ഇതൊന്നും ചെയ്താൽ ശരിയാവും തോന്നുന്നില്ല, അത് വല്ലാത്ത അവസ്ഥയിലേ പോകാൻ പോകുന്നുള്ളൂ, ഇതുകൊണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും തോന്നുന്നില്ല എന്ന് തോന്നുമ്പോൾ ഒറ്റയടിക്ക് ഇതാ ഇവിടെ ഒരു പ്ലേ ബട്ടണും ഇവിടെ ഒരു പോസ്റ്റ് ബട്ടണും, ഇവിടെ ഒരു പോസ്റ്റ് ബട്ടണും ഇവിടെ ഒരു പ്ലേ ബട്ടണും, ഈ പോസ്റ്റ് ബട്ടൺ അമർത്തിയിട്ടൊന്ന് ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, സ്വയം ചോദിച്ചു നോക്കി, പ്രാക്ടീസ് ചെയ്യണം. ഇപ്പം ഞാൻ എന്താ ചിന്തിച്ചത്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മിക്കവാറും എൻ്റെ ജീവിതം കുട്ടിച്ചോറാവും. ഇതാണോ എനിക്ക് ആവശ്യമുള്ളത്? അല്ല. എനിക്ക് ആവശ്യമുള്ളത് എന്താണ്? വൈ നോട്ട് വി തിങ്ക് ദാറ്റ്? എന്തായാലും കുട്ടിച്ചോറായിക്കൊണ്ടിരിക്കുകയല്ലേ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതിന് ചിന്തിച്ചിനി കൂടുതലാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താവണോ അതിനെക്കുറിച്ച് ചിന്തിക്കാമല്ലോ. ഇത് പറയുമ്പോൾ കേൾക്കുന്ന ഏതൊരാൾക്കും തോന്നുന്നത് ഇത് വളരെ ആർട്ടിഫിഷ്യലാണെന്ന് തോന്നും, അല്ലേ? ഞാൻ ഈ പറഞ്ഞത് ഒരു ആർട്ടിഫിഷ്യൽ പ്രോസസ് ആയിട്ട് തോന്നില്ലേ? എന്താണ് നിങ്ങൾ ജീവിതത്തിൽ ആർട്ടിഫിഷ്യൽ അല്ലാതെ പഠിച്ചിട്ടുള്ളത്? എന്തെങ്കിലും ഒരെണ്ണം കാണിച്ചത്. ഡ്രൈവിങ് പഠിച്ചെങ്ങനെയാണ്? ആദ്യം നമുക്ക് ബ്രേക്ക് ഔട്ടുമ്പോൾ ക്ലച്ച് അമർത്താൻ അറിയില്ല, ക്ലച്ച് അമർത്തുമ്പോൾ ബ്രേക്ക് ഔട്ടത്തില്ല, വണ്ടി നിന്ന് പോവും. ഇങ്ങനെ പല പ്രശ്നവും നമ്മൾ ഫേസ് ചെയ്തില്ലേ? ഇറ്റ് വാസ് ആർട്ടിഫിഷ്യൽ തുടക്കത്തിൽ. ഏത് സാധനവും നമ്മൾ പഠിക്കണമെങ്കിൽ തുടക്കത്തിൽ ആർട്ടിഫിഷ്യലായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ചിന്തകളെക്കുറിച്ച് കോൺഷ്യസ് ആവുക എന്നുള്ള പ്രോസസ്സ് തുടക്കത്തിൽ ഇത്തിരി ആർട്ടിഫിഷ്യൽ ആണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് നാച്ചുറൽ ആവുന്ന കാണാൻ പറ്റും. തോട്ട്സിനെ കുറിച്ച് നിങ്ങൾ കോൺഷ്യസ് ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു സിറ്റുവേഷൻസിന് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും കുറച്ച് നേരത്തേക്ക്, പക്ഷെ അപ്പോഴേക്കും നിങ്ങൾക്ക് അതിന് മുകളിൽ കയറാൻ പറ്റും. ഇപ്പോൾ ഒരു സിറ്റുവേഷനിൽ ഒരു പ്രോഡക്റ്റ് ഓർ സർവീസ് ഞാൻ മറ്റൊരാളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ പോകണം. ഇപ്പോൾ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ ഞാനൊരു വ്യക്തിയോട് പറഞ്ഞു കൊടുക്കാൻ പോകുമ്പോൾ റിജക്റ്റ് ചെയ്യപ്പെട്ടു. പക്ഷേ എനിക്ക് ഒത്തിരി പ്രതീക്ഷകളോടുകൂടി പോയൊരു കാര്യമാണ്. ആ റിജക്ഷനിൽ ഞാനത് എടുക്കുന്നത് ഒന്നുകിൽ ഞാൻ നല്ലതല്ലാത്തത് കൊണ്ട്, ഞാൻ പ്രസൻറ്റ് ചെയ്ത രീതി നല്ലതല്ലാത്തത് കൊണ്ട് അത് നടന്നില്ല. അപ്പോൾ ഞാനാണ് പ്രശ്നക്കാരൻ. നമ്പർ 1 ഫസ്റ്റ് ആൻഡ് ദ ഫോർമോസ്റ്റ്, എന്ത് പിച്ചിങ്ങിന് പോയാലും എന്ത് പ്രോഡക്റ്റ് സെല് ചെയ്യാൻ പോയാലും നമ്മൾ കൺവിൻസ്ഡ് അല്ലാത്തൊരു സാധനം വേറൊരാളെ കൺവിൻസ് ചെയ്യാൻ നോക്കരുത്. ഒരിക്കലും നടക്കില്ല. കാരണം സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിൽ പറയുകയാണെങ്കിൽ സെല്ലിംഗ് ഈസ് ട്രാൻസ്ഫറൻസ് ഓഫ് ഫീലിംഗ്, അല്ലാതെ വേറെ ഒരു ടെക്നിക്കും അല്ല. എൻ്റെ ഉള്ളിൽ എന്ത് ഫീലിംഗ് ഉണ്ടോ, ഞാൻ എത്ര മനോഹരമായിട്ടൊരു പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചാലും എൻ്റെ ഉള്ളിൽ ആ പ്രോഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയം നിങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പെട്ടിരിക്കും. എത്ര നല്ല ഡെക്ക് ഉണ്ടാക്കിയിട്ട് പ്രസൻറ്റ് ചെയ്താലും കാര്യമില്ല. ഞാൻ കൊണ്ടുവരുന്ന ബിസിനസ് ഐഡിയ, അതിനെക്കുറിച്ച് എനിക്ക് തന്നെ ഒരു വയബിലിറ്റി പ്രശ്നം എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ ഞാൻ എത്ര നന്നായിട്ട് നിങ്ങളുടെ അടുത്ത് പിച്ച് ചെയ്താലും ഫൈനലി ആ ഡൗട്ട് അവിടെ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അതാണ് സെല്ലിംഗ് ഈസ് ട്രാൻസ്ഫറൻസ് ഓഫ് ഫീലിംഗ് എന്ന് വേറെയുള്ളവർ പറഞ്ഞിരിക്കുന്നത്. ഇനി അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റോ ഒരു ഐഡിയയോ പിച്ച് ചെയ്യുന്നതിന് മുമ്പ് യു ഹാവ് ടു ബി സോ കൺവിൻസ്ഡ് അബൌട്ട് ഇറ്റ്. ഇപ്പം നമ്മൾ വി റൂട്ട്സിലേക്കാണ് ഒരു പ്രോഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോൾ സമയം എടുക്കുന്നത് മെയിൻലി ഞാൻ കൺവിൻസ്ഡ് ആവാൻ വേണ്ടിയാണ്. ഞാൻ സ്വയം എനിക്ക് എത്ര കൺവിക്ഷൻ ഉണ്ടാവണം, ദിസ് ഈസ് നീഡഡ്, ഇത് ആവശ്യമുള്ളതാണ്, ഇതൊരാൾ വാങ്ങിയില്ലെങ്കിൽ അവൻ്റെ നഷ്ടമാണ് എന്ന് എനിക്ക് അത്രയും കൺവിക്ഷൻ ഉണ്ട്. അങ്ങനത്തെ ഒരു കൺവിക്ഷൻ എൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഞാനതുകൊണ്ട് ഒരാളുടെ അടുത്ത് പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവൻ നോ പറയുകയാണെങ്കിൽ എൻ്റെ ഉള്ളിൽ തോന്നുന്നത് എന്തായിരിക്കും? അയാളോടൊരു സിമ്പതിയാണ്, പാവം മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളതാണ്. അപ്പം അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി 2, സ്റ്റീവ് ജോബ്സിൻ്റെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, കണക്റ്റിംഗ് ദ ഡോട്ട്സ് ടുവേർഡ്സ് ദ ബാക്ക്. അതായത് ഇന്ന് നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടുന്ന് ഡോട്ടുകൾ പുറകോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി 5 വർഷം അല്ലെങ്കിൽ 10 വർഷം പുറകിലുണ്ടായിട്ടുള്ള, ഇതിനിടയിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുള്ള ഏറ്റവും മോശപ്പെട്ട ഒരു ഇൻസിഡൻറ്റ്, മേ ബി എ റിജക്ഷൻ, അതായിരിക്കാം നിങ്ങളെ ഇന്നിവിടെയെങ്കിലും നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പം നമുക്കൊരു റിജക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മേ ബി അത് ആ മൊമെൻറ്റിൽ ജഡ്ജ് ചെയ്യുന്നതിന് പകരം അതിനെ ജഡ്ജ് ചെയ്യേണ്ടത് ഒരു 5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചില ഫോളുകളാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉയർച്ചയ്ക്ക് കാരണമായത്. ആ ഫോൾ ഇല്ലായിരുന്നെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്നെ ജഡ്ജ് ചെയ്തിരുന്നെങ്കിലോ? എവറിത്തിങ് ഇൻ ദിസ് യൂണിവേഴ്സ് ഹാപ്പൻസ് ടു ദ പ്ലാൻ എന്ന് കേട്ടില്ല. ഒരു പ്ലാനുണ്ട്, ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി പേരെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് പേഴ്സണലായിട്ട്, ഒരു പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയല്ല, ബുക്ക് എഴുതാനൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്.
നമ്മൾ ഹാർഡ് വർക്കിനെ കുറിച്ചും വിഷനെ കുറിച്ചും മിഷനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ട്രെയിനിങ്ങുകളിലൊക്കെ സംസാരിക്കുന്നതെങ്കിലും ഇതിൽ വളരെ പ്രശസ്തരായിട്ടുള്ള വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ചില ആൾക്കാരോട് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്ന ആൻസർ ഇതൊന്നുമല്ല. ഭാഗ്യം. മിക്ക ആൾക്കാരും, ഞാൻ ചോദിച്ചിട്ടുള്ള മിക്ക ആൾക്കാരുടെ വായന്ന് വന്നൊരു പദമാണ് ഭാഗ്യം. മോട്ടിവേഷണൽ തിയറി അനുസരിച്ച് ഭാഗ്യം അല്ലെങ്കിൽ ലക്കിനെ നമ്മൾ സ്പെല്ല് ചെയ്യേണ്ടത് വർക്ക് എന്നാണെന്നൊക്കെ പറയും. പക്ഷെ ആക്ച്വലി എന്താണ് ഈ ഭാഗ്യം എന്നുള്ളത് ഞാൻ ഇവരോട് തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെ സംഭവിക്കേണ്ടതല്ലായിരുന്നു. ഞാനല്ലായിരുന്നു അവിടെ എത്തേണ്ടത്. ആ സമയത്ത് ഞാനവിടെ എത്തി. എന്നെ അവിടെ എത്തിച്ചത് മറ്റേ ആളാണ്. ആളെ ഞാൻ പരിചയപ്പെട്ടത് ഇന്നടത്ത് വെച്ചാണ്. ആളെ എന്നെ പരിചയപ്പെടുത്തുന്ന ഇന്ന ആളാണ്. സോ ആക്ച്വലി എന്താ ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കണക്റ്റഡ് ഇവൻറ്റ്സ് ആണ്, കോയിൻസിഡൻസസ്. ആക്ച്വലി ഇവരെല്ലാം പറയുന്ന ലക്ക് എന്ന് പറയുന്നത് കോയിൻസിഡൻസസ് ആണ്. മനസ്സിലായില്ലേ? ഞാൻ തഥാസ്തു എന്ന് പറഞ്ഞ പുസ്തകം എഴുതി അതിനെ ബേസ് ചെയ്ത് തന്നെയാണ്. അതിൻ്റെ മലയാളത്തിൽ അത് സൃഷ്ടിക്കാൻ നിങ്ങളുടെ ലോകം എന്ന് പറഞ്ഞ് മലയാള മനോരമ പബ്ലിഷ് ചെയ്തു. ലാലേട്ടൻ അത് റിലീസ് ചെയ്ത സമയത്ത് ലാലേട്ടൻ ആ പുസ്തകം റിലീസ് ചെയ്യാനുള്ള കാരണമായിട്ട് പറഞ്ഞത് തന്നെ നിമിത്തങ്ങളുടെ പിന്നിലെ ശാസ്ത്രം എന്നാണ് ആ പുസ്തകത്തിന് ഞാൻ കൊടുത്തത്. അപ്പോൾ ആളതിൽ കൂടുതൽ ബിലീവ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അതിനകത്തൊരു ശാസ്ത്രമുണ്ട്. അതായത് എനിക്ക് ഏറ്റവും ക്യൂരിയോസിറ്റി വന്നൊരു സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ കോയിൻസിഡൻസുകളാണ്. അതായത് ഇന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള ആരോട് പോയി ചോദിച്ചാലും അവരോടൊന്ന് ട്രാക്ക് ചെയ്യാൻ പറയുകയാണെങ്കിൽ അവർ പറയും അത് സത്യം കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രതീക്ഷയില്ലാതെയാണ് ആളെ കണ്ടത്. ആളുടെ ഭാഗത്ത് നിന്ന് എനിക്ക് ബിസിനസ് ഒന്നും കിട്ടില്ല. പക്ഷേ ആളെനിക്ക് വേറൊരാളെ പരിചയപ്പെടുത്തുന്നു. ഇങ്ങനൊരു കഥ പറയാൻ മിക്കവർക്കും ഉണ്ടാവും, നമുക്കൊക്കെ ഉണ്ടാവും. ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്ത് ബന്ധത്തിന് പോലും ഉണ്ടാവാം. പലതും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കഥയുണ്ടാവും. ഇത് കോയിൻസിഡൻസസ് ആണ്. ഇതിനെ സിങ്ക്രോ ഡെസ്റ്റിനി എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ പല ആൾക്കാരുടെ ഡെസ്റ്റിനികൾ തമ്മിൽ സിങ്ക്രണൈസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അവിടെ എനിക്കൊരു കൗതുകം തോന്നിയ ആ സമയത്ത്, ഇതാണ് ജീവിത വിജയത്തിൻ്റെ ഒരു ത്രെഡെങ്കിൽ ഈ കോയിൻസിഡൻസിനെ ഉണ്ടാക്കാൻ പറ്റുമോ? യെസ്, ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. ബ്രെയിൻ ഒരു ഓർഗൻ എന്നുള്ള രീതി നോക്കുകയാണെങ്കിൽ ഒത്തിരി നമ്മുടെ ഫിസിയോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ബയോകെമിക്കൽ ഫങ്ഷൻസ്, ന്യൂറോ കെമിക്കൽ ഫങ്ഷൻസിനെല്ലാം റെസ്പോൺസിബിളാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ബ്രെയിനിന് വേറെ കുറേ അധികം ഫാക്കൽറ്റീസ് ഉണ്ട്. നമ്മൾ ഒരുപക്ഷെ ഇന്നും സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുന്ന കുറേ അധികം ഫാക്കൽറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് മാത്രം ഞാൻ പറയാം. മുഴുവൻ ഡീറ്റെയിൽ പറയാമെന്നുണ്ടെങ്കിൽ മണിക്കൂറുകൾ എടുക്കും. ഒന്ന് രണ്ട് ചെറിയ ഇൻസിഡൻറ്റുകൾ പറയാം. നിങ്ങളൊരു കാർ ബുക്ക് ചെയ്തു. കാർ ബുക്ക് ചെയ്തില്ല, കാർ വാങ്ങാൻ തീരുമാനിച്ചു. ബ്രാൻഡ് ഡിസൈഡ് ചെയ്തു, തീരുമാനിച്ചു. അതിനുശേഷം ഇതാണ് വാങ്ങാൻ പോകുന്നത് തീരുമാനിച്ചു. ആ കാർ നിങ്ങൾ വാങ്ങുന്ന ദിവസത്തിനും നിങ്ങൾ ആ തീരുമാനം എടുത്തതിനും ഇടയ്ക്ക് ഒരു 2 മാസം ഉണ്ടെന്നിരിക്കട്ടെ. ഈ 2 മന്ത്സിനകം ഒരുപക്ഷെ നിങ്ങൾ റോഡിൽ കാണുന്ന മിക്കവാറും എല്ലാ കാറും അത് തന്നെയായിരിക്കും. ഇത് ഇപ്പോൾ നമ്മൾ വീട് പണിയുന്ന സമയത്താണെങ്കിൽ, അല്ലെങ്കിൽ വീട് പണിയെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്ന സമയത്താണെങ്കിൽ, എവിടെ പോയാലും വീട് പണി നടക്കുന്ന കാണാൻ പറ്റും. ഇതൊരു യാദൃച്ഛികമല്ലത്, ഇതൊരു പ്ലാൻഡ് ഇവൻ്റാണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഒരു എവിഡൻസ് സീക്കിംഗ് പാർട്ടുണ്ട് ബ്രെയിനിന്. അതിന് റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയും. എവിഡൻസ് സീക്കിംഗ്, അത് എവിഡൻസ് കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. എന്തൊന്നാണോ നമ്മളുടെ ബ്രെയിനിലുള്ള ബിലീഫ് അല്ലെങ്കിൽ തോട്ട്സ് എന്ന് പറയാൻ പറ്റില്ല, കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിക്കുന്ന എന്തൊന്നാണോ അതാണ് നമ്മുടെ ബിലീഫുകളായിട്ട് പിന്നെ മാറുന്നത്. ഗ്രാമത്തിൽ ജനിച്ച ഞാൻ എങ്ങനെ എവിടെ എത്താൻ, ഓരോ ബിലീഫുകൾ നമ്മൾ. അപ്പോൾ അതേപോലെ നല്ല ബിലീഫുകളുണ്ട്, മോശപ്പെട്ട ബിലീഫുകളുണ്ട്. ഇതെല്ലാം ബ്രെയിനിൻ്റെ പോയിന്റിൽ നോക്കിയാൽ ഇതെല്ലാം ന്യൂറൽ പാത്വേസ് എന്ന് പറയും. ഈ ന്യൂറൽ പാത്വേസ് ഒക്കെ കണക്ട് ചെയ്ത് നിൽക്കുന്നത് ഈ ഒരു എവിഡൻസ് സീക്കിംഗ് ഡിവൈസിലോ അല്ലെങ്കിൽ മെക്കാനിസമോ ആയിട്ടാണ്. സോ ഇത് കണ്ടിന്യൂസ്ലി എന്തൊന്നാണോ നിങ്ങൾ ബിലീവ് ചെയ്യുന്നത് അതിന് പറ്റുന്ന തരത്തിലുള്ള എവിഡൻസ് ഇങ്ങനെ ഹാജരാക്കിക്കൊണ്ടിരിക്കും. നമുക്ക് തോന്നും ഇതെന്താ ഇങ്ങനെ തന്നെ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരാൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അയാൾ ഒബീസാണ്. അയാൾ വെയിറ്റ് ലോസിന് വേണ്ടി പല മാർഗങ്ങൾ ശ്രമിച്ചു നോക്കി, പക്ഷെ നടക്കുന്നില്ല. സ്ഥിരമായി നമ്മൾ ചെയ്യുന്ന ഒരു പാതയിൽ നിന്ന് മാറി സഞ്ചരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. കാരണം ബ്രെയിൻ എപ്പോഴും വർക്ക് ചെയ്യുന്നത് പാത്ത് ഓഫ് ലീസ്റ്റ് റെസിസ്റ്റൻസ് ആണ്. എന്ന് പറയുമ്പോൾ ഫെമിലിയാരിറ്റി സോൺ എന്ന് പറയും. കംഫർട്ട് സോൺ അല്ല, നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കില്ല, പക്ഷെ ബ്രെയിനിന് അത് കംഫർട്ടബിൾ ആയിരിക്കും. അതിന് ഫെമിലിയാരിറ്റി സോൺ. ഞാനത് സിമ്പിളായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവാനുള്ള എക്സാമ്പിൾ പറയാറുള്ളത്, നിങ്ങൾ ഇന്ന് ഡിന്നർ കഴിക്കാൻ വീട്ടിലെത്തി കഴിയുമ്പോൾ ഡിന്നർ കഴിക്കാനായിട്ട് ഇരിക്കുന്ന ചെയർ, അവിടെ 8 ചെയർ ഉണ്ടെങ്കിലും ഒരെണ്ണം തന്നെ ഇരിക്കുള്ളൂ. വേറൊരു ചെയറിലേക്ക് മാറി ഇരിക്കാൻ പോലും നിങ്ങൾക്കുള്ള പ്രാപ്തിയില്ല എന്ന് പറഞ്ഞാൽ
അത്രയും ഫെമിലിയാരിറ്റി സോണിലാണ് ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. അപ്പം ഒബീസ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ബ്രെയിനിനെ സംബന്ധിച്ച് അതാണ് ഫെമിലിയർ. നിങ്ങൾക്ക് ആഗ്രഹമില്ലായിരിക്കും, നിങ്ങൾക്കതൊരു ബോധറേഷൻ ആയിരിക്കും, പക്ഷെ ബ്രെയിൻ അത് ഫെമിലിയർ ആണ്. ബ്രെയിനിന് ആവശ്യം എന്താണ്? നിങ്ങൾ ഒബീസ് ആയിരിക്കണം. കാരണം നിങ്ങൾ ഒബസിറ്റിയിൽ നിന്ന് പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് ബ്രെയിനിന് അഡീഷണൽ എഫേർട്ടാണ്. അത് ബ്രെയിൻ ഒട്ടും താല്പര്യമില്ല. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ബ്രെയിൻ ഒബീസ് ആയിരിക്കുന്നതും ഓക്കെ ആണ് എന്നുള്ളതിൻ്റെ എവിഡൻസ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ ബ്രെയിനിൻ്റെ മെക്കാനിസം. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് എന്താണോ നേടേണ്ടതെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് പറ്റുന്ന തരത്തിലുള്ള ഇൻസിഡൻറ്റുകളെ നമ്മളുടെ മുമ്പിൽ ബ്രെയിനിന് ഹാജരാക്കണമെങ്കിൽ, അതാണ് നമ്മൾ കോയിൻസിഡൻസ് പറയുന്നത്, അതിന് പറ്റുന്ന തരത്തിലുള്ള ബിലീഫുകൾ നമ്മുടെ ഉള്ളിൽ ബിൽഡ് ചെയ്യണം. എന്തൊന്നാണോ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ബിലീഫുകളായിട്ട് മാറും. ഏതൊരു കാര്യത്തെ മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ബേസിക്കായിട്ട് പറയുന്നത് എവിഡൻസ് സീക്കിങ് തന്നെയാണ്. അതിനെ നമ്മൾ മാനിഫെസ്റ്റ് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ പല ആൾക്കാരുടെ മനസ്സിൽ വരുന്ന ധാരണ, ഇന്നിപ്പോൾ ഈ മാനിഫെസ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി സെഷൻസും ഓൺലൈൻ ഒക്കെ ചെയ്യുന്നുണ്ട്. ഒത്തിരി ആൾക്കാരത് പങ്കെടുക്കുന്നതിൻ്റെ കാരണം എന്തുകൊണ്ട്, ഇതെന്തോ ക്വിക്കായിട്ട് സംഭവം റെഡിയാക്കുന്ന പരിപാടിയാണ്. വീട്ടിൽ കണ്ണടച്ചിരുന്നിട്ട് എന്താണോ ഉണ്ടാക്കേണ്ടത് അതിനെക്കുറിച്ച് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം സാധനം ഇങ്ങനെ വരും എന്നുള്ള ധാരണയല്ല. 10 ലക്ഷം രൂപ 20 ലക്ഷം രൂപയുടെ ചെക്ക് എഴുതി വെക്കുക, അത് ഒരു പ്രോസസ്സിൻ്റെ ഒരു ചെറിയ പാർട്ട് മാത്രമാണ്. ബേസിക്കായിട്ട് നോക്കിയാൽ നമ്മുടെ ബ്രെയിൻ ആ എവിഡൻസ് സീക്ക് ചെയ്യാനുള്ള പവർ ഇല്ലെങ്കിൽ എത്രമാത്രം ചെക്ക് എഴുതി വെച്ചാലും അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ആ ചെക്കിൻ്റെ പടമൊക്കെ അവിടെ ഇരിക്കും, ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അത് ഉണ്ടാവണമെങ്കിൽ അതിന് പറ്റുന്ന തരത്തിലുള്ള ബിലീഫ് സിസ്റ്റം നമുക്ക് ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ അതിന് പറ്റുന്ന തരത്തിലുള്ള തോട്ട് പ്രോസസ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. ആ തോട്ട് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്, ഹൗ യു തിങ്ക്. അത് നമ്മൾ കോൺഷ്യസ് ആവണം. നമ്മുടെ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ചിന്തകളെക്കുറിച്ച് കോൺഷ്യസ് ആയിട്ട് ഏത് തരത്തിലുള്ള ചിന്തകളാണ് ഈ തരത്തിലുള്ള ജീവിതത്തിലേക്ക് എന്നെ നയിക്കുക എന്ന് ആലോചിച്ചിട്ട് ആ ചിന്തകളിൽ തന്നെ വർക്ക് ചെയ്ത് തുടങ്ങും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഡിസർവ് ചെയ്യുന്ന ഒരാൾക്കാണോ ഇത് കിട്ടുന്നത് എന്നുള്ളതിനകത്ത് യാതൊരു മീനിങ്ങും ഇല്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത്. കാരണം ഈ ഡിസർവ് എന്ന് പറയുന്നത് ആര് ഡിസൈഡ് ചെയ്യുന്നു? ചില ആൾക്കാർ, ഏറ്റവും കൂടുതൽ ആൾക്കാർ എനിക്ക് തോന്നുന്നത് എനിക്ക് ഡയറക്റ്റ് മെസ്സേജൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ചെയ്യാറുള്ളൊരു സെൻറ്റൻസ് ഉണ്ട്, സം ഓർ അതർ ഐ ആം നോട്ട് ലിവിങ് ദ ലൈഫ് ഐ ഡിസർവ്. അപ്പം ഞാൻ തിരിച്ചു ചോദിക്കാറുള്ള ചോദ്യം, ഹൂ ടോൾഡ് യു ദാറ്റ് യു ഡിസർവ് ബെറ്റർ? ആരാണ് നിങ്ങളോട് ആരാ പറഞ്ഞത്? നിങ്ങൾ തന്നെ പറയുന്നതല്ലേ. അതിനൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിലോസഫിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. യു ഡോണ്ട് ഗെറ്റ് വാട്ട് യു ഡിസർവ്, യു ഗെറ്റ് വാട്ട് യു ആർ. ഈ വാട്ട് യു ആർ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ എന്താണോ അത് നിങ്ങൾ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? നിങ്ങൾ എന്താണോ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നല്ല, നിങ്ങൾ എന്താണോ അത് നിങ്ങൾക്ക് കിട്ടുന്നു. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ വിശ്വാസങ്ങളുമാണ്, വേറൊന്നുമല്ല. ഇവിടെ ഇരിക്കുന്ന ഏതൊരാൾ നോക്കിയാലും നിങ്ങൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് യുവർ തോട്ട്സ് ആൻഡ് യുവർ ബിലീഫ്സ്. യുവർ വാട്ട് യു ബിലീവ്, ഇത്രേ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ചുള്ളത് മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ബേസിക്കായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്ക് നടത്തിയെടുക്കണം, അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് നടക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിന് പറ്റുന്ന ആളാവണം. ഡിസർവ് ചെയ്യല്ല, മൈ ബിലീഫ്സ് ആൻഡ് മൈ തോട്ട്സ് ഷുഡ് സപ്പോർട്ട് ഇറ്റ്. 1. 2, അതിലേക്ക് എത്താനുള്ള മാർഗം എന്താണോ അതിന് വേണ്ടുന്ന കേപ്പബിലിറ്റി എനിക്കുണ്ടാവണം. കപ്പാസിറ്റിയും കേപ്പബിലിറ്റി എന്നൊക്കെ പറയുമല്ലോ, കുറേ കേപ്പബിലിറ്റി നമുക്ക് സ്വയം ഉണ്ടായിക്കോളും. ഇപ്പം BC 3514 പതഞ്ജലി മഹർഷി യോഗസൂത്ര എഴുതുന്ന സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു ലിറ്ററേച്ചർ പുറത്തു വരുന്നത്. അപ്പം അത് ഇംഗ്ലീഷിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരിക, when you are totally inspired by a great purpose or an extraordinary project, your thoughts break all the bonds. Your mind transcends limitation, your consciousness expands to all directions. Dormant forces, talents, faculties come alive. They take you to a place by far you haven't even dreamt in the wildest of the dreams. എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ ഓർഡിനറി പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു അതുപോലുള്ളൊരു ഗോൾ, ഒരു എക്സ്ട്രാ ഓർഡിനറി ഗോൾ അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് പർപ്പസ്, ഇതിൽ ടോട്ടലി ഇൻസ്പയർഡ് ആയി കഴിയുമ്പോൾ, അതാണ് കീ, ടോട്ടലി ഇൻസ്പയർഡ് ആയി കഴിയുമ്പോൾ യുവർ തോട്ട്സ് ബ്രേക്ക് ഓൾ ദ ബോൺസ്. എല്ലാ ചങ്ങലകളും ചിന്തകൾ പൊട്ടിക്കും. ഇതുവരെയുള്ള ലിമിറ്റേഷനൊക്കെ അവിടെ പൊട്ടും. മൈൻഡ് ട്രാൻസെൻസ് ലിമിറ്റേഷൻ. ട്രാൻസെൻസ് എന്ന് പറഞ്ഞാൽ എന്താ?
ടൈം ആൻഡ് സ്പേസിന് അപ്പുറത്തേക്ക് പോകും. അതായത് ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ചിന്തിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ഒരാൾ അമേരിക്കയിൽ നിന്ന് അത് തന്നെ ചിന്തിക്കുന്നുണ്ട്. മൈൻഡ് ട്രാൻസൻസ് ലിമിറ്റേഷൻസ്. കോൺഷ്യസ്നെസ് എക്സ്പാൻസ് ടു ഓൾ ഡയറക്ഷൻസ്. എൻ്റെ ബുദ്ധി എല്ലാ സ്ഥലങ്ങളിലേക്കും പോകും. ഡോർമെന്റ് ഫോഴ്സസ്, ടാലൻസ്, ഫാക്കൽറ്റീസ് ആൻഡ് റിസോഴ്സസ് കം എ ലൈഫ്. ഇതുവരെ ഞാൻ അറിയാതെ കിടന്ന കഴിവുകൾ, ആളുകൾ, പണം, റിസോഴ്സ്, പണം, ഇതൊക്കെ ദേ വിൽ കം എ ലൈഫ്. They take me or they take you to a place by far you haven't even dreamed in the wildest of the dream. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് അപ്പുറത്തേക്കായിരിക്കും അത് എത്തിക്കുക. അപ്പോൾ ഇത് BC 3514 എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് കണ്ടീഷൻ ഇത്രേ ഉള്ളൂ, ടോട്ടലി ഇൻസ്പയർഡ് ബൈ എ ഗ്രേറ്റ് പർപ്പസ് ഓർ എൻ എക്സ്ട്രാ ഓർഡിനറി പ്രോജക്റ്റ്. അല്ല എൻ്റെ ബിസിനസ് 10% ഗ്രോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഉറക്കാൻ പറ്റാത്ത രീതിയിൽ ഇൻസ്പയർ ആണെന്ന്, ഒരാൾ എങ്ങനെയാണ് ഇൻസ്പയർ ആണെന്ന് അറിയുന്നത്? ഞാനതിനൊരു ആസിഡ് ടെസ്റ്റ് പറയും. വേക്കപ്പ് ടൈം ആൻഡ് ഗെറ്റപ്പ് ടൈം. വേക്കപ്പ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണു തുറക്കുന്ന സമയം, ഗെറ്റിംഗ് അപ്പ് ടൈം എന്ന് പറഞ്ഞാൽ കിടക്കയിൽ നിന്ന് എണീക്കുന്ന സമയം. ഇത് തമ്മിലുള്ള ഗ്യാപ്പ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ ഇല്ല. ഇത് തമ്മിൽ ഒട്ടും ഗ്യാപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ ടോട്ടലി ഇൻസ്പയർഡ് ആണ്. കണ്ണ് തുറന്നു അപ്പോഴേ ചാടി കട്ടിൽ നിന്ന് എണീക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ യു ആർ ഫുള്ളി ഇൻ ആക്ഷൻ. ചില ആൾക്കാർ കണ്ടില്ലേ, കണ്ണൊക്കെ തുറന്നിട്ട് പിന്നെ അവിടെ കിടക്കും ഇങ്ങനെ, ഇതിപ്പോൾ എന്തോണോ ഇനി അടുത്ത പരിപാടി എന്നൊക്കെ പറയും. അത് ദർ ഇസ് നോ ഇൻസ്പിറേഷൻ, നോ ഫയർ, നോ ഡ്രൈവ്. അവർക്ക് ഇതൊന്നും ബാധകമല്ല. ഈ മാനിഫെസ്റ്റേഷൻ്റെ കുറേ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കില്ല ഇവർക്കൊന്നും. ഇഫ് യു ആർ ടോട്ടലി ഓൺ ഫയർ, ആ ഇൻസ്പിറേഷൻ അത് ഉള്ളിൽ നിന്ന് വരണം. ആ മോട്ടിവേഷൻ കൊണ്ട് ഉണ്ടാവത്തില്ല. പുറത്തുനിന്നൊരു മോട്ടിവേഷൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്താലും ഉണ്ടാവത്തില്ല. അത് നമുക്ക് കുറേ ടെക്നിക്സ് ഒക്കെ അപ്ലൈ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു സാധനം ഡ്രീം ചെയ്ത് തന്നെ മുന്നോട്ട് പോവുകയാണെന്ന് വെച്ചോ, പക്ഷേ ചില ആൾക്കാർക്ക് ഇമ്പോസിബിൾ ഡ്രീംസ് ഉണ്ട്. ലൈക്ക് ദർ ഇസ് പ്രാക്ടിക്കലി നടക്കുന്ന ഡ്രീംസ് ഉണ്ട്, ഇമ്പോസിബിൾ. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ മൈക്കിൾ ജാക്സനെ പോലെ പാടണം, എനിക്ക് വലിയൊരു പാട്ടുകാരനാവണം എന്നാണ് എൻ്റെ ഡ്രീം. പക്ഷേ ഞാൻ വാ തുറന്നാലേ കാളരാഗം പോലത്തെ സൗണ്ട് ആണ് വരുന്നെങ്കിൽ അതെത്ര ഡ്രീം ചെയ്താലും ചിലപ്പോൾ സാധിക്കണം എന്നില്ല. സോ നമ്മുടെ ലിമിറ്റേഷൻസ് അറിഞ്ഞ് അതിനനുസരിച്ച് എങ്ങനെ ഡ്രീം ചെയ്യണം, അതോ നമ്മൾ അൺബിലീവബിളായിട്ട് അങ്ങ് ഡ്രീം ചെയ്യണോ, അതോ ഹൗ ഡു യു ഡ്രീം സംതിങ് ദാറ്റ് ഇസ് അച്ചീവബിൾ? ബേസിക്കലി ആ ചോദ്യങ്ങളൊന്നും കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ശരിയായ ചോദ്യങ്ങളല്ല. ഒരു തോട്ട്സിൻ്റെ പവറും ബ്രെയിനിൻ്റെ പവറും യൂണിവേഴ്സിൻ്റെ പവറും അറിയാവുന്ന ഒരാളോട് ചോദിച്ചാൽ ആ ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. ഓക്കെ. കാരണം നിങ്ങളുടെ ബ്രെയിൻ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫിസിയോളജി വരെ മാറ്റാൻ പറ്റും. ഇന്നത്തെ ലേറ്റസ്റ്റ് സ്റ്റഡി പ്രൂവ് ചെയ്യുന്നത് തന്നെ യുവർ തോട്ട്സ് ക്യാൻ റീഷേപ്പ് യുവർ ബ്രെയിൻ എന്നാണ്. എന്ന് വെച്ചാൽ ബ്രെയിനിൻ്റെ ഫിസിയോളജിക്കൽ ഷേപ്പിൽ വരെ മാറ്റം വരുത്താൻ പറ്റുന്നുണ്ട് ചിന്തകൾക്ക്. ഈ ബ്രെയിൻ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫിസിയോളജിയിലോ നിങ്ങളുടെ വോയിസിലോ നിങ്ങളുടെ ടോണിലോ ഒക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഫാസിനേറ്റിംഗ്. ഞാൻ പണ്ട് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കാസറ്റുകൾ ഉണ്ടായിരുന്നു, ട്രെയിനിങ് കാസറ്റുകൾ. ഇന്നത് എൻ്റെ കയ്യിലില്ല. ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അയച്ചു തന്നാൽ നല്ലതായിരിക്കും. കാരണം വേറൊന്നുമല്ല ഞാൻ പറയുന്നത്, അന്നത്തെ വോയിസേ അല്ല എൻ്റേത്. അപ്പോൾ ഞാനത് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ നോർത്ത് ഇന്ത്യ വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ ആ കൂടി കുറച്ച് 1-2 മാസം മറ്റൊരു ആഡ് ഏജൻസിയിൽ ബോംബെ വർക്ക് ചെയ്തിട്ടുണ്ട്, 2-3 മാസം. ദാറ്റ്സ് ഓൾ. ഹിന്ദി സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്കുണ്ടായിട്ടില്ല. ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പഠിച്ചു എന്നുള്ളത് ശരിയാണ്. ഞാൻ ഒരിക്കലും ഒരു സെമിനാർ ചെയ്തു, ഒരു സെഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഒരു മോട്ടിവേഷണൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അവിടെ ഇരുന്ന കൂടുതൽ ആൾക്കാരും ഹിന്ദിക്കാരായിരുന്നു. അവരൊരു തുണ്ട് കടലാസിൽ ബ്രേക്ക് ടൈമിൽ എഴുതി കൊടുത്തു, ഹിന്ദി സംസാരിക്കാൻ പറയാൻ പറഞ്ഞു അയാളോട്. ഇതുണ്ടായ കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്കൊന്ന് വേറെ എവിടെ ഞാൻ പറഞ്ഞിട്ടുമില്ല. ഞാൻ ആ ഗ്രീൻ റൂമിൽ ഇരുന്നിട്ട് എന്നെ ഹിന്ദി പഠിപ്പിച്ച സാറുണ്ട്, കരുണാകരൻ സാറെന്നാണ്. അദ്ദേഹം ഉണ്ടോയെന്നും എനിക്കറിയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അങ്ങനെ മനസ്സ് വിചാരിച്ചു. തിരിച്ച് കയറി സ്റ്റേജിൽ വന്നിട്ട് പിന്നെ കുറേ ഹിന്ദി പടമൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അവിടുന്ന് കൊടുക്കും, അതൊക്കെ വെച്ച് നമ്മളൊരു ഹിന്ദിയിൽ സെമിനാർ രൂപപ്പെടുത്തിയെടുത്തു. പക്ഷേ ഇന്ന് ഞാനിപ്പോൾ ഹിന്ദി പോഡ്കാസ്റ്റുകളിൽ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഹിന്ദിയിൽ 3 day റിട്രീറ്റ്സ് ഞാൻ ചെയ്യാറുണ്ട്. ഈ ഞാൻ പറയുന്നത് അസത്യമായിട്ടേ ആൾക്കാർക്ക് തോന്നുള്ളൂ. ഞാൻ നോർത്ത് ഇന്ത്യയായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാന്ന് പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കത്തില്ല. അപ്പോൾ ഇതെൻ്റെ ഒരു ആവശ്യം വന്നപ്പോൾ എനിക്കുണ്ടായതാണ്. അപ്പം അങ്ങനെ ആലോചിച്ചാൽ ഇമ്പോസിബിൾ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ എന്നല്ല. ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ നോബഡി ഹാസ് ഡൺ ഇറ്റ് ടിൽ നൗ എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം എവറസ്റ്റ് കൊടുപിടി കീഴടക്കുന്നത് ഇമ്പോസിബിൾ ആയിരുന്നു എന്നുവരെ.
ആദ്യം ഒരാൾ കയറി കൊടുമുടി കീഴടക്കുന്നവരെ അല്ലേ? ചന്ദ്രനിൽ കാല് കുത്തുന്നത് ഇമ്പോസിബിൾ ആയിരുന്നു, ഒരാൾ കയറി കാല് കുത്തിയത് വരെ. മിക്ക ആൾക്കാരും സ്റ്റക്ക് ആകുന്നത് അവരാരാണെന്ന് അവർക്കറിയാത്തൊരു പോയിന്റിലാണല്ലോ. ലൈക്ക് ഹു ആം ഐ, വാട്ട് ഈസ് മൈ ഐഡന്റിറ്റി, ഹു ആം ഐ എന്നുള്ള സാധനം ഫിഗർ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഞാനത് ഓൾറെഡി പറഞ്ഞു. ഇതിന് ഫിലോസഫിക്കലായിട്ടും സ്പിരിച്വലായിട്ടും ഒക്കെ ഒത്തിരി പല ഡെഫിനിഷൻസും ഉണ്ട്. എങ്കിൽ പോലും പ്രാക്ടിക്കൽ സെൻസിൽ നിന്ന് ആലോചിച്ച് നോക്കിയാൽ യു ആർ യുവർ തോട്ട്സ് ആൻഡ് യുവർ ബിലീഫ്സ്, സം ടോട്ടൽ ഓഫ് യുവർ തോട്ട്സ് ആൻഡ് യുവർ ബിലീഫ്സ്. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ബിലീഫുകൾ ഇതിൻ്റെ ഒരു സം ടോട്ടലാണ്. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതല്ല നിങ്ങൾ, അത് റെപ്യൂട്ടേഷനാണ്. പല ആൾക്കാരുടെയും ധാരണ ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ മറ്റുള്ളവരെ കുറിച്ച് എങ്ങനെ കാണുന്നു അതാണ് ഞാൻ. അവിടെയാണ് വാലിഡേഷൻ എന്നൊക്കെ പറയുന്ന പ്രോസസ് വരുന്നത്. സോ എൻ്റെ ചിന്തകളും എൻ്റെ ബിലീഫുകളും ചേർന്നാൽ ഞാനായി. ആ ഞാൻ എൻ്റെ ബ്രെയിനിനെ പ്രവർത്തിപ്പിക്കുന്നു. അതാണ് സംഭവിക്കുന്നത് ആക്ച്വലി. അതിനെ റീറൈറ്റ് ചെയ്യാനും പറ്റും. റീറൈറ്റ് ചെയ്യാൻ ഡെഫിനറ്റ്ലി പറ്റും. കാരണം ബ്രെയിൻ ഈസ് ദ മോസ്റ്റ് ട്രെയിനബിൾ ഓർഗൻ ഇൻ യുവർ ബോഡി. മാത്രമല്ല ബ്രെയിനിൻ്റെ ഏറ്റവും വലിയ ഗുണം ഒരിക്കൽ ട്രെയിൻ ചെയ്താൽ പെർമനൻ്റ് ആണ്. ബൈസെപ്സ് നമ്മൾ 3 മാസം കഷ്ടപ്പെട്ട് ട്രെയിൻ ചെയ്തു, കഴിഞ്ഞ 6 മാസത്തേക്ക് ഒന്നും ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ കാറ്റ് പോകും. പക്ഷെ ബ്രെയിനിൽ ഒരിക്കൽ നിങ്ങൾ ട്രെയിൻ ചെയ്ത് കൊടുത്താൽ അവിടെ പെർമനൻ്റ് ആയിട്ട് അതുണ്ടാവും. ഏത് സമയം വരെയാണോ നിങ്ങൾ അതിന് എഗനിസ്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുവരെ. ഇപ്പോൾ എനിക്കൊരു സ്റ്റേജിൽ സംസാരിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ആ ഒരു കോൺഫിഡൻസിലേക്ക് വരാൻ എൻ്റെ മൈൻഡിനെ എങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും? ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിൻ്റാണ്. അതായത് നമ്മളെപ്പോഴും നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ വാലിഡേഷനാണ്. അതായത് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് കരുതുന്നു, മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു, ഇതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട വിഷയം. സോ ആദ്യം നമ്മൾ സ്വയം വാലിഡേഷന് പുറത്തു വരണമെന്നുണ്ടെങ്കിൽ ഏത് സെക്ടറിലാണോ നമുക്ക് വാലിഡേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എണീറ്റ് നിന്ന് സംസാരിച്ചാൽ മറ്റുള്ളവർ കേൾക്കുമോ എന്നുള്ളതായിരിക്കാം പ്രശ്നം. ഇപ്പം ഞാൻ ഒരു ഗ്രൂപ്പ് കോച്ചിങ് സെഷൻസ് ചെയ്യാറുണ്ട് ആൻട്രപ്രന്യൂവേഴ്സിന് വേണ്ടിയിട്ട്, 100x ലൈഫ് പ്രോട്ടോക്കോൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ബോംബെ ബേസ് ചെയ്തുള്ളൊരു വലിയ ബിസിനസ് ഗ്രൂപ്പാണ്, വലിയ ബിസിനസ് ഫാമിലി ഉള്ള ഒരാളാണ്. മേ ബി അറൗണ്ട് 3,000-4,000 crores കാണും ടേൺ ഓവർ തോന്നുന്നു, അതിന് മുകളിലായിരിക്കും അറിയപ്പെടുന്ന ബിസിനസ് ഗ്രൂപ്പ്. അതിനകത്തെ ഹി മസ്റ്റ് ബി അറൗണ്ട് ഒരു 40 ഉള്ള ഒരു ലൈക്ക് ഇപ്പം ഈ വൺ ഓഫ് ദ ഡയറക്ടേഴ്സാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ആൾ പറയായിരുന്നു, എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ടീം, എൻ്റെ മാനേജേഴ്സിലൊക്കെ എക്സലൻ്റ് ആയിട്ട് എനിക്ക് കൊണ്ടു നടക്കാൻ അറിയാം. ഐ ക്യാൻ ലീഡ് ദം പ്രോപ്പർലി, എവറിത്തിങ് ഈസ് ഗോയിങ് ഗ്രേറ്റ്. പുള്ളി IIM ആണ്, ഒക്കെ ആ ലെവലിൽ നിന്നുള്ള ആളാണ്. പക്ഷേ എനിക്ക് എൻ്റെ സീനിയേഴ്സ് എന്ന് പറയുമ്പോൾ പുള്ളിയുടെ തന്നെ ഫാമിലി മെമ്പേഴ്സാണ്, ചെയർമാനൊക്കെ ഉള്ളത്, അവരുടെ മുമ്പിൽ ഒന്നും നടക്കുന്നില്ല. കാരണം അവരെന്നെ കേൾക്കാൻ തയ്യാറല്ല. അവർ ഞാൻ പറയുമ്പോൾ അവർ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് ഞാൻ അവരുടെ മുമ്പിലൊക്കെ ഒരു പരാജയമാണ്. പല ഐഡിയകളും ഉണ്ട്, പക്ഷേ എനിക്ക് അവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പ്രസൻറ്റ് ചെയ്യാറില്ല. ഇതാണ് ആൾ പറഞ്ഞത്. ഇപ്പോൾ ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ അവർ ഫാമിലി ബിസിനസ്സാണ്. ഈ വ്യക്തി ഒരു കുഞ്ഞായിരിക്കുന്ന മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അവർ എന്തെങ്കിലും ഒരിക്കൽ കുഞ്ഞായിരുന്ന സമയത്ത്, കൊച്ചായിരുന്ന സമയത്ത് ഇയാൾ പയ്യനായിരിക്കുന്ന സമയത്ത് പറഞ്ഞ ചില ഐഡിയകൾ അവർ പറഞ്ഞിട്ടുണ്ട്, എന്താണ് പൊട്ടത്തരം പറഞ്ഞു വന്നിരിക്കുന്നത്, മിണ്ടായിരുന്നോന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് ഡീപ്പ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആൾ പ്രത്യേകിച്ച് ഐഡിയകളൊന്നും പ്രസൻറ്റ് ചെയ്യാറേ ഇല്ല. പുള്ളി പറഞ്ഞാൽ ഇവർ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പം ഞാൻ ആളോട് പറഞ്ഞു, നിങ്ങൾ ഒറ്റ കാര്യം ചെയ്ത് നോക്കൂ, നിങ്ങൾ കൊണ്ടുവരുന്ന ഐഡിയ ബിസിനസ്സിനും കമ്പനിക്കും നല്ലതാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടല്ലോ? ഉണ്ട്. സോ നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ പറഞ്ഞു നോക്കുക, ഞാൻ കൊണ്ടുവരുന്ന ഐഡിയ കമ്പനി അടുത്ത തലങ്ങളിലേക്ക് ഉയർത്താനുള്ളതാണ്. ഇത് എൻ്റെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ, ലൈക്ക് ഇൻ ദ സെൻസ് എൻ്റെ ബോർഡിലുള്ള മറ്റുള്ള ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഇത് അക്സെപ്റ്റ് ചെയ്യേണ്ടത് അവരുടെ ആവശ്യമാണ്. ഐ ഡോണ്ട് കെയർ ഹൗ ദേ തിങ്ക് അബൌട്ട് ഇറ്റ്, ദേ ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്. ഇത് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുക. വേണമെങ്കിൽ ഞാൻ പറഞ്ഞു, വേണമെങ്കിൽ എഴുതിക്കോ, എന്നാലും കുഴപ്പമില്ല. ദേ ഹാവ് നോ അതർ ഓപ്ഷൻ ബട്ട് ടു അക്സെപ്റ്റ് ഇറ്റ്. എന്നിട്ട് പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ കൊണ്ടുവരുന്ന ഐഡിയ കമ്പനിക്കും ബിസിനസ്സിനും ബെനിഫിഷ്യലാണെന്നുള്ളത് നിങ്ങൾ കൺവിൻസ്ഡ് ആയിരിക്കണം, ഫുള്ളി കൺവിൻസ്ഡ് ആയിരിക്കണം. ഈ ഒരു ഐഡിയ അവർക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവർക്കുണ്ടാകാവുന്ന ഏറ്റവും വലിയ ലോസ് ആണെന്നുള്ളത് നിങ്ങൾക്ക് തോന്നണം. ഇത് ഈ സെക്കൻഡ് ജനറേഷനുള്ള എല്ലാ ആൾക്കാരും, ബിസിനസ്സിലുള്ള മിക്കവരും ഫെയിൽ ചെയ്യുന്നൊരു കാര്യമാണിത്. അവരുടെ വാപ്പയുടെ അടുത്തോ അല്ലെങ്കിൽ അപ്പൻ്റെ അടുത്തോ കാര്യം അവതരിപ്പിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നം വരുന്നത്.
സോ അവർ സ്വയം ചോദിക്കേണ്ട ആദ്യത്തെ ചോദ്യം, ഈ ഐഡിയ നമ്മുടെ ബിസിനസ്സിനും ഇതിനും നമ്മളുടെ പ്രോഫിറ്റബിലിറ്റിയും എൻഹാൻസ് ചെയ്യുമെന്ന് ഉറപ്പുണ്ടോ? ദെൻ ദേ ഷുഡ് നോട്ട്. ആരുടെ അടുത്താണ് പ്രശ്നം, ഇറ്റ് വിൽ ബി മിസ് ഫോർ ദം. അവരായിരിക്കും മിസ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ. സോ വൺസ് നമ്മൾ സ്വയം നമ്മുടെ ബ്രെയിനിനെ ആ രീതിയിൽ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ യു ഗെയിൻ ദ കോൺഫിഡൻസ്. ഇയാൾ ലാസ്റ്റ് ബോർഡ് മീറ്റിൽ പുള്ളി എണീറ്റ് എന്ന് പറഞ്ഞു, ഐ ഹാവ് ഗോട്ട് സംതിങ് ടു ടെൽ യു ഓൾ ആൻഡ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദിസ് ക്യാൻ ടേക്ക് ബിസിനസ് ടു ദ നെക്സ്റ്റ് ലെവൽ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു വന്ന്. അപ്പോൾ പുള്ളി അപ്പോഴാണ്, ഇപ്പോൾ ഇവർക്ക് ശ്രദ്ധിക്കൂല ഞാൻ പറയുന്നത്. കോൺഫിഡൻസ് എന്ന് പറയുന്നത് എവിടെ നിന്നുണ്ടാവുമെന്ന് ചോദിച്ചാൽ ചെയ്യുന്നതിലൂടെ മാത്രം ഉണ്ടാവുന്ന ഒന്നാണ് കോൺഫിഡൻസ്. അല്ലാതെ എങ്ങനെ കോൺഫിഡൻസ് ഉണ്ടാക്കാൻ പറ്റും? എത്ര മോട്ടിവേഷണൽ ക്ലാസ് അറ്റൻഡ് ചെയ്താലും കോൺഫിഡൻസ് ആർക്കെങ്കിലും ഉണ്ടായിട്ട് കേട്ടിട്ടുണ്ട്? എനിക്കറിയത്തില്ല. വെൻ യു സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ് ആൻഡ് യു സീ ദാറ്റ്. ഇപ്പം നമ്മളെപ്പോഴും പറയും, നമുക്ക് പലപ്പോഴും കോൺഫിഡൻസ് തീരെ കുറവുള്ള ഒരാളാണ് ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയെങ്കിൽ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യുക. ബ്രെയിനിനെ സംബന്ധിച്ച് നിങ്ങളൊരു വേറൊരു എൻറ്റിറ്റിയാണ്. ലോയൽറ്റി ഒന്നും ഉണ്ടെന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം നിങ്ങൾ തിയേറ്ററിൽ പോയിരുന്നു കഴിഞ്ഞാൽ ലൈറ്റ് ഓഫായി കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ സിനിമയിലെ ഹീറോയുടെ ബ്രെയിനായി, അല്ലെങ്കിൽ ഹീറോയിൻ്റെ ബ്രെയിനായി. ഹീറോയിൻ കരയുമ്പോൾ ഇവിടെ കരച്ചിലായി, ഒരു കാര്യമില്ല. സോ അത്രയും ലോയൽറ്റി നമ്മൾ അത്ര സമയത്തൊക്കെ പുള്ളി മോഹൻലാലിൻ്റെ കൂടെ പോയി ബ്രെയിൻ. മോഹൻലാലിനെ പുലി ചാടുന്നുണ്ടെന്നെങ്കിൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും. അപ്പോൾ ഈ ബ്രെയിൻ നമ്മളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ഞാൻ എന്താണ് പറയുന്നത് എന്നുള്ളത്. സോ ഐ ഹാവ് ടു ഗീവ് സം കൺഫർമേഷൻ ടു മൈ ഓൺ ബ്രെയിൻ. ഞാൻ ആരാന്ന് പുള്ളി ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ? ഇതുവരെ ചെയ്തതെല്ലാം തോറ്റു, ഒന്നും ശരിയാവാത്ത ഒരുത്തൻ എന്നുള്ള ധാരണയാണ് എന്നെക്കുറിച്ച് എൻ്റെ ബ്രെയിനിനുള്ളതെങ്കിൽ അത് മാറ്റേണ്ടത് എൻ്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് സ്റ്റീഫൻ കോവി, ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ലീഡർഷിപ്പ് ഓഥേഴ്സിൽ ഒരാളാണ് സ്റ്റീഫൻ കോവി. അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത്, വലിയ വിജയങ്ങളുടെ ഉസ്താദാകണമെങ്കിൽ ചെറിയ 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 വിജയങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് പറയുന്ന ഏതൊരാൾക്കും അവർ ചെയ്യേണ്ട ആ ഒരു മേഖലയിൽ കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ കാര്യം. എവിടെയെങ്കിലും അതിന് ഒരു സയൻസ് പറയുന്നത്, ബ്രെയിൻ കനോട്ട് ഡിഫറൻഷിയേറ്റ് ബിഗ് സക്സസ് ഫ്രം എ സ്മോൾ സക്സസ്. ബ്രെയിൻ അറിയാവുന്ന എത്ര തവണ സക്സസ്ഫുൾ ആയെന്ന് മാത്രമേ അറിയത്തുള്ളൂ. കാരണം ഓരോ തവണ സക്സസ് ഉണ്ടാകുമ്പോഴും ഒരു ഡോപ്പമിൻ റഷ് കിട്ടും. അതാണ് ബ്രെയിൻ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ എത്ര തവണ അത്തരത്തിലുള്ള സംഭവം ഉണ്ടാക്കി വെക്കാം. ഞാൻ പണ്ട് എൻ്റെ വീട്ടിലൊരു വൈറ്റ് ബോർഡ് വെക്കുമായിരുന്നു, എപ്പോഴും സ്ഥിരമായിട്ടുണ്ടായിരുന്നു. രാവിലെ അതിനകത്ത് അന്ന് ചെയ്യാനുള്ള മുഴുവൻ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു എഴുതി വെക്കും. ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ, എവിടെയെങ്കിലും കൊണ്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ എല്ലാം എഴുതി വെക്കും. രാത്രി കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഈ ബോർഡിൽ വന്നിട്ട് ഇത് ഓരോന്ന് സ്ട്രൈക്ക് ചെയ്യും. ഈ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അറിയാതെ എന്തെങ്കിലും ഒരു സാധനം സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ബ്രെയിനിലൂടെ നമ്മൾ പറയുന്നത്, അത് ചെയ്തു, ഇത് ചെയ്തു, ഇത് ചെയ്തു, ദിസ് ഡൺ, ഐ ഹവ് ഡൺ ദിസ്, ഐ ഹവ് ഡൺ ദിസ്, ഐ ഹവ് ഡൺ ദിസ്. ഒരു 15 ഐ ഹാവ് ഡൺ ദിസ് പറഞ്ഞിട്ടാണ് നിങ്ങൾ കിടന്നുറങ്ങുന്നതെങ്കിൽ യുവർ ബ്രെയിൻ സീ യു ആസ് എ വിന്നർ. മിക്കവരും അങ്ങനെയല്ല കിടക്കുന്നത്. കിടപ്പുമുറിയിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, അത് നടന്നില്ല, ഇത് നടന്നില്ല, ഇന്നത്തെ ഒരു ദിവസവും പോയി, എന്തോ ചെയ്യുക. അപ്പം നിങ്ങളുടെ ബ്രെയിനിൻ്റെ മുമ്പിൽ നിങ്ങൾ ആരാ? ഒരു ലൂസറാണ്. യു ആർ ആൻ അൾട്ടിമേറ്റ് ലൂസർ ഹു ഈസ് കമ്മിങ് ആൻഡ് സ്ലീപ്പിംഗ് ഹിയർ. ഒരു വൈറ്റ് ബോർഡിൽ നമ്മളൊരു കാര്യത്തിനെ പറ്റി എഴുതിയെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഡെയിലി നമ്മളത് സ്ട്രൈക്ക് ചെയ്ത് പോകുന്നില്ല, അത് നമുക്ക് നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണോ, അതോ നമ്മൾ എന്നും ഇതുപോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്? രണ്ടാണ്. അതായത് ഞാൻ പറഞ്ഞ ബോർഡിൽ എഴുതി വയ്ക്കുന്ന അന്നത്തെ ആക്ഷനും അതിൻ്റെ കംപ്ലീഷനുമാണ്. അത് അങ്ങനെ ഒരു എക്സസൈസ് ചെയ്യാനുള്ള റീസൺ, നമ്മൾ ഈ ആക്ഷൻ എത്ര നമ്പർ ഓഫ് ആക്ഷൻസ് എഴുതിയോ വൈകുന്നേരം ആ ആക്ഷൻസിൽ കംപ്ലീറ്റ് ചെയ്തെല്ലാം സ്ട്രൈക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ബ്രെയിനിന് കൊടുക്കുന്നൊരു ട്രെയിനിങ് ആണ്. എന്ത് ട്രെയിനിങ്? അത് റിപ്പീറ്റ് ചെയ്ത് ഓരോ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നത് ഐ ഹവ് ഡൺ ദിസ്, ഐ ഹവ് ഡൺ ദിസ്, ഐ ഹവ് ഡൺ ദിസ്, ഐ ഹവ് ഡൺ ദിസ്. സോ ഞാൻ എൻ്റെ ബ്രെയിനിനോട് തന്നെ പ്രൂവ് ചെയ്യുകയാണ് ഐ എം എ വിന്നർ എന്നുള്ളത്. ഓക്കെ, മാനിഫെസ്റ്റേഷൻ പോയിന്റ് ഓഫ് വ്യൂ എന്ന് ഒരാൾ എഴുതി വെക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അത് ഡിഫറെൻ്റ് ആണ്. അത് എഴുതുന്നതുകൊണ്ട് പ്രയോജനം ഉണ്ടോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. എന്തുകൊണ്ടാണ് പ്രയോജനമുള്ളതെന്ന് വെച്ചാൽ ന്യൂറോ സയൻസിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കിയാൽ തന്നെ നമ്മൾ ഏതൊരു കാര്യവും നമ്മൾ പേന കൊണ്ട് എഴുതുമ്പോൾ, ടൈപ്പ് ചെയ്യുമ്പോൾ പോലും അല്ല, പേന കൊണ്ട് എഴുതുന്ന സമയത്ത്, നമ്മുടെ ഒരു പേപ്പറിൽ നിന്ന് എഴുതുന്ന സമയത്ത് നമ്മളുടെ കണ്ണുകൾ അതിൽ ശ്രദ്ധിക്കും. എന്ന് പറയുന്നത് നമ്മുടെ വിഷ്വൽ ആയിട്ടുള്ള ഇമ്പാക്റ്റ്, വിഷ്വൽ ആയിട്ടുള്ള രജിസ്ട്രേഷൻ അവിടെ ഉണ്ടാവും. നമ്മുടെ കൈ മൂവ് ചെയ്യുന്നുണ്ട്, അതിനെ കിനസ്തെറ്റിക് ആണ്. കിനസ്തെറ്റിക് എന്ന് പറയില്ലേ, നമ്മുടെ ബോഡിയുടെ മൂവ്മെൻറ്റ്
പറഞ്ഞുകൊണ്ടാണ് എഴുതുന്നുണ്ടെങ്കിൽ ഓഡിറ്ററി അവിടെ വർക്ക് ചെയ്യും. സോ 5 സെൻസ് വെച്ചാണ് നമ്മുടെ ബ്രെയിൻ രജിസ്റ്റർ ചെയ്യുന്നത്. ഇതിനകത്ത് 3 സെൻസ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. സോ നമ്മളായിരിക്കുന്ന സ്ഥലത്തിനൊരു പർട്ടിക്കുലർ അരോമ ഉണ്ടെങ്കിൽ അതും ബ്രെയിൻ രജിസ്റ്റർ ചെയ്യും. സോ അത്രയും ഡീപ്പ് റൂട്ടഡ് ആയിരിക്കും. ഇപ്പം നമ്മൾ വെറുതെ ഇരുന്ന് നമ്മളുടെ ജീവിതത്തിൽ അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും അത് എഴുതുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 5 ടൈംസ് എങ്കിലും കൂടുതൽ ഇമ്പാക്റ്റ് എഴുതുമ്പോൾ ഉണ്ട്. മാനിഫെസ്റ്റേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യും, ഒരു കാര്യത്തിന് എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുക? നോർമലി എല്ലാ ബുക്കുകളും ഒക്കെ പറയുന്ന വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താണോ നമ്മൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, വാട്ട് എവർ വി വാണ്ട് ടു അച്ചീവ്, അതിനെക്കുറിച്ചുള്ള പിക്ചർ, അതിനെക്കുറിച്ചുള്ള എഴുതുക, അതിനെക്കുറിച്ചുള്ള ഇമേജ് ഉണ്ടാക്കുക, വിഷൻ ബോർഡ് ഉണ്ടാക്കുക, അത് വിഷ്വലൈസ് ചെയ്യുക, യുനോ അതിനെ ക്രിസ്റ്റലൈസ് ചെയ്യുക, വെർബലൈസ് ചെയ്യുക, ഇതുപോലുള്ളൊരു പ്രോസസ്സാണ്. അതിഷ്ടംപോലെ എല്ലാ പുസ്തകങ്ങളിലും ഒക്കെ പറയുന്നതാണ്. എന്നിട്ടും പല ആൾക്കാരും അതിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. അത് ഞാൻ ആദ്യം പറഞ്ഞൊരു പ്രശ്നം അവിടെ കിടക്കുന്നത്. കാരണം ദേ ഹാവിൻ ബിക്കം ദാറ്റ് പേഴ്സൺ എന്ന് വെച്ചാൽ അയാളുടെ ചിന്തകളും അയാളുടെ ബിലീഫുകളും ഇപ്പോഴും അവിടെയാണ് നിൽക്കുന്നത്. ഓക്കെ, അവിടെ നമ്മൾ അതിനെ ലിമിറ്റിംഗ് ബിലീഫ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അയാൾ ഉദ്ദേശിക്കുന്ന ഇവിടെയാണ്, പക്ഷേ അവിടെയാണ് നിൽക്കുന്നത്. ഒരു കാര്യം മനസ്സിലാവേണ്ടത്, നമ്മളുടെ ചിന്തകളും നമ്മളുടെ ബിലീഫുകളും മാറണമെങ്കിൽ ഒന്ന് അത്തരത്തിലുള്ള പുതിയ ചിന്തകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിന് പറ്റുന്ന തരത്തിലുള്ള എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. നമ്മളായിട്ട് ഉണ്ടാക്കേണ്ടി വരും. ഒരു ഐഡിയ ഇല്ലാത്തൊരു കാര്യം ബ്രെയിനിന് മാനിഫെസ്റ്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. കാരണം അറിയില്ലല്ലോ. ഇപ്പോൾ ഒരു ഉദാഹരണം, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഞാൻ ആഗ്രഹിക്കുന്നു, സപ്പോസ് എനിക്കൊരു മേബാക്ക് കാറ് എനിക്ക് സ്വന്തമായിട്ടുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു, ബിസിനസ്സിലൂടെയുള്ള വരുമാനം കൊണ്ട്. ഈ മേബാക്ക് കാറിനൊരു പടം ഞാൻ അവിടെ ഒട്ടിച്ച് വെച്ചു. ഇതൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന് ഒരു സ്റ്റെപ്പും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ മേബാക്ക് കാറിനകത്ത് ഇരുന്നാൽ എങ്ങനെ ഉണ്ടാവുന്നുണ്ടെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ അത്രയും കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ഗോ ഫോർ എ ടെസ്റ്റ് ഡ്രൈവ് ഇഫ് പോസിബിൾ. അപ്പോൾ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കിനസ്തെറ്റിക്കലി നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏതൊക്കെ സെൻസസ് വെച്ച് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നു അത്രയും രജിസ്ട്രി കൂടുന്നുണ്ടാവും. ഇതാണ് നോർമൽ ടെക്നിക്ക്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഞാൻ എന്തൊന്നാണോ നേടാൻ ഉദ്ദേശിക്കുന്നത്, നേടിക്കഴിഞ്ഞുള്ള എന്നെ, ഞാൻ അതിന് ഡിസൈഡ് ഔട്ട്കം എന്ന് പറയും. ആ ഡിസൈഡ് ഔട്ട്കം എന്താണെന്നുള്ളത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം. എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. 2026 എന്നുള്ള വർഷം, ഈ ഒരു വർഷം കൊണ്ട് ഞാൻ എൻ്റെ ബിസിനസ്സിൽ നിന്ന് സപ്പോസ് 1 കോടി രൂപ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഒരാൾ എഴുതി വെച്ചിരിക്കുന്നിരിക്കട്ടെ. എൻ്റെ ഒപ്പീനിയനിൽ അത്ര എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം ഇതാണ് ഗോളെങ്കിൽ. കാരണം ഈ 1 കോടി രൂപ എന്ന് പറയുന്നതല്ല അവിടുത്തെ പ്രധാനം. ഈ 1 കോടി രൂപ കൊണ്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നുള്ളതാണ്. അതാണ് ഡിസൈഡ് ഔട്ട്കം. അത് എന്താണെന്നുള്ളത് അറിയില്ലെന്നുണ്ടെങ്കിൽ ഇത് ഒരിക്കലും നമ്മുടെ ബ്രെയിനിന് മനസ്സിലാവുന്ന ഭാഷയല്ല. ഇപ്പോൾ നമ്മൾ സ്ഥിരം ട്രെയിനിങ്ങുകളിലൊക്കെ ഉപയോഗിക്കാറുള്ളൊരു ടെക്നിക്കില്ലേ, ഡോണ്ട് സീ എ ബ്ലൂ എലിഫൻറ്റ്. എന്തോ കാണുക? ബ്ലൂ എലിഫൻറ്റിനെ കാണുള്ളൂ. എന്തുകൊണ്ടാണ് കാണുന്നത്? ഡോൺ സീ എന്ന് പറയുന്ന രണ്ടും വേർബ്സ് ആണ്. ഇതൊന്നും ബ്രെയിൻ രജിസ്റ്റർ ചെയ്യാവുന്നതല്ല. ബ്രെയിൻ എപ്പോഴും ക്യാപ്ചർ ചെയ്യുന്ന ഇമേജസ് ആണ്. ഇമേജസ്, എക്സ്പീരിയൻസസ്, ഇതൊക്കെയാണ് ബ്രെയിനിന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താണോ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് ശേഷമുള്ളൊരു ഡിസൈഡ് ഔട്ട്കം ഉണ്ടല്ലോ. ഇപ്പോൾ എനിക്ക് 1 കോടി രൂപ കിട്ടി, ഓക്കെ, അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ലയബിലിറ്റികളൊക്കെ തീർന്നു, ഞാൻ ഫ്രീ ആയി, വീട് വെക്കാൻ വേണ്ടി ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങി, വീടിൻ്റെ പ്ലാൻ ഉണ്ടാക്കി, ഇങ്ങനെ ഞാൻ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുകയാണ്. ആ സ്ക്രിപ്റ്റ് എനിക്ക് ബിലീവ് ചെയ്യാൻ പറ്റണം. 1 കോടി രൂപ ബിലീവ് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ 1 കോടിക്ക് പോലും വരാൻ പോകുന്ന 1.5 കോടിയായിരിക്കും. മിക്ക ആൾക്കാരുടെയും പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഇതുപോലുള്ള ചില കാര്യങ്ങളിൽ പോയി സ്റ്റക്കാണ് അവർ. അത് കിട്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണ കഥ കേട്ടിട്ടില്ലേ, ഞാനത് ഒരു പോസ്റ്റ് ഇട്ടതാണ്. നമ്മളൊരു സുഹൃത്തിനടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ, വീട് റോഡ് സൈഡിലാണ്, ഒരു നായയുണ്ട്, ഒരു പട്ടി, ഒരു കാർ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നായ കുറച്ചുകൊണ്ട് കാറിൻ്റെ പുറകെ പോകും, തിരിച്ച് ഇങ്ങോട്ടൊരു കാർ പോകുമ്പോൾ അതിൻ്റെ പുറകെ കുറച്ചുകൊണ്ട് പോകും. ഞാൻ ആളോട് ചെയ്തിപ്പം ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ എന്തെങ്കിലും ഇത് ഒരു കാറിനെ പിടിക്കുമോ? അപ്പോൾ പുള്ളി പറയാണ്, പിടിച്ചിട്ടിപ്പോൾ എന്ത് ചെയ്യാനാ? പല ആൾക്കാരുടെ അവസ്ഥ അതാണ്. ഗോളൊക്കെ എഴുതി വെച്ചു, ഇത് അച്ചീവ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു? നമ്മൾക്ക് എക്സ്പീരിയൻസസ് ആണ്, അല്ലേ? നമ്മൾ
ബേസിക്കലി വാട്ട് വി ആർ എന്ന് ചോദിച്ചാൽ വി ആർ അവർ എക്സ്പീരിയൻസസ്. ഇപ്പോൾ എൻ്റെ ജീവിതം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന എക്സ്പീരിയൻസുകളുടെ ആകത്തുകയാണ് ഇപ്പോഴത്തെ എൻ്റെ ജീവിതം. ഡിസൈഡ് ഔട്ട്കം എന്ന് പറയുന്നത് ആ എക്സ്പീരിയൻസ് ആണ്. സപ്പോസ് നിങ്ങൾ പറയുകയാണ് ഐ വാണ്ട് ടു ബിക്കം എ മൾട്ടി മില്യനർ, ഓക്കെ, ടെൽ മീ മോർ ആൻഡ് ഡു വാട്ട്. യാ, ഇപ്പം അങ്ങനെ പറഞ്ഞ് നിങ്ങൾ ChatGPT സംസാരിച്ച് നോക്ക്, ഇൻട്രസ്റ്റിംഗ്, ടെൽ മീ മോർ എന്നേ പറയത്തുള്ളൂ. കാരണം അതുകൊണ്ടൊന്നും ആവുന്നില്ല, പോരട്ടെ, ഇൻ്റലിജൻസ് വർക്ക് ചെയ്യണമെങ്കിൽ അതുകൊണ്ടൊന്നും ആവത്തില്ല. അപ്പോൾ ഐ ഹാവ് ഗോട്ട് ദീസ് അതെല്ലാം നമുക്ക് കറക്റ്റായിട്ടൊരു സ്ട്രക്ചറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഡിസൈഡ് ഔട്ട്കം. അതിനെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യും? മേ ബി വിഷ്വലൈസേഷനും കൂടെ പറ്റുമെങ്കിൽ ഓക്കെ, അതിന് പറ്റുന്ന തത്തുല്യമായ സ്ഥലങ്ങളിൽ പോയി നമുക്ക് വിസിറ്റ് ചെയ്യാൻ വേണമെങ്കിൽ. ഞാൻ പലപ്പോഴും ബിസിനസ്സുകാരോടൊക്കെ പറയാറുള്ള കാര്യമുണ്ട്, 2 കാര്യങ്ങൾ. നിങ്ങളുടെ ബിസിനസ് മീറ്റിങ്ങുകളൊക്കെ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ലോബിയിൽ ഇരുന്ന് നിങ്ങളുടെ ഡിസ്കഷൻ നടത്തുക. ഒരു കപ്പ് കാപ്പി വാങ്ങിക്കുക, അതിന് മാക്സിമം വരാവുന്ന 100, 350, 400 രൂപയാണ്. ബട്ട് ആ എൻവിയോൺമെൻറ്റ് നിങ്ങളുടെ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾ കുറച്ചെങ്കിലും ഒരു ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരനാണ്, കുറച്ച് പൈസയൊക്കെ ഉണ്ടെങ്കിൽ വൺസ് ഇൻ എ ഇയർ ദുബായ്, സിംഗപ്പൂർ പോലുള്ളൊരു ഫാസ്റ്റ് ഗ്രോത്ത് ഉള്ളൊരു സിറ്റി പോവുക. കാരണം ആ സിറ്റിയുടെ വൈബ്രേഷൻ നിങ്ങൾക്ക് അത് ഇവിടുന്ന് അബ്സോർബ് ചെയ്യാൻ സാധിക്കും. ഇനിയും എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്നുള്ള ഫീലിംഗ് നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ബ്രെയിനിന് അതൊരു എക്സ്പോഷറാണ്. സോ ഇങ്ങനെ കുറേ എക്സസൈസുകൾ കൂടി നമ്മൾ ഈ പറയുന്ന നോർമൽ ഗോൾ സെറ്റിംഗ് സെഷൻസും വിഷൻ ബോർഡ് ഉണ്ടാക്കുകയും അതേപോലെ നമ്മൾ എന്താ പറയുക വിഷ്വലൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അതിലേക്ക് നമുക്ക് കൂടുതൽ അടുക്കാൻ പറ്റുക. ഇതൊക്കെയാണ് സാധാരണയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പക്ഷേ ഏറ്റവും അണ്ടർലൈങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇതിലേക്ക് എത്തിക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള സ്ട്രോങ് ബിലീഫ് സിസ്റ്റം നിങ്ങൾക്ക് ഉണ്ടാവണം. അത് ഞാനിത് എടുത്തു പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പം റൈസപ്പിൽ തന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ വാക്ക് സിങ്ക്രണൈസേഷൻ നമ്മൾ പറയുക, വിഷ്വൽ ഓഡിറ്ററി കിനസ്തെറ്റിക് സിങ്ക്രണൈസേഷൻ. ഒരു ദിവസം കൊണ്ട് ഒരാളെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റും എന്ന് പറയുന്നത് അതുകൊണ്ട് മാത്രമാണ്. അവിടെ നമ്മൾ പുതിയ ബിലീഫുകളെ ക്രിയേറ്റ് ചെയ്യുക. പഴയ ചില ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ടാകും, അതിനെ ബ്രേക്ക് ചെയ്യും. അതിന് ചില പ്രോസസ്സുണ്ട്, സൈക്കോതെറാപ്പിക് പ്രോസസ്സസ് ഉണ്ട്. അത് വെച്ച് നമുക്ക് ബ്രേക്ക് ചെയ്ത് പുതിയ ബിലീഫുകളെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മിക്ക ആൾക്കാരുടെയും ഏറ്റവും വലിയ ശാപമായിട്ട് അവർ കൊണ്ടു നടക്കുന്നത് അവരുടെ തന്നെ ലിമിറ്റിംഗ് ബിലീഫ്സാണ്. ഞാൻ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ആകാനേ പറ്റുള്ളൂ, ഇതാണ് എൻ്റെ മാക്സിമം, ഇതാണ് എൻ്റെ കപ്പാസിറ്റി. കുട്ടിക്കാലം മുതലേ എന്നോട് ഇത് പറഞ്ഞിട്ടുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ളൊരു ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്നതിന് ഇതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. നോർമലി സിനിമാ രംഗത്തുള്ള പലരും പറയാറുള്ള റെഗുലറായിട്ട് കേൾക്കുന്നതാണ്, ഗോഡ് ഫാദർ ഇല്ല ഒന്നും ഈ ഫീൽഡിൽ രക്ഷപ്പെടില്ല. ഗോഡ് ഫാദർ ഒന്നും ഇല്ലാതെ രക്ഷപ്പെട്ട പല ആൾക്കാരോട് നിൽപ്പുണ്ട്, അവരൊന്നും ഇവർ കാണൂല. ഇവർ കാണുന്നത് ഈ ഗോഡ് ഫാദർമാരുള്ള അതിൽ കൂടെ രക്ഷപ്പെട്ടവരെ മാത്രം. കാരണം അവരുടെ ബ്രെയിൻ ആ എവിഡൻസ് കാണിച്ചു കൊടുക്കുള്ളൂ. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യാന്ന് പറയുന്നൊരു ചെറിയ പണിയല്ല. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ യെസ് ഓഫ് കോഴ്സ് ദെൻ യു ആർ ലിബറേറ്റഡ്. നമ്മൾ ആ ലിമിറ്റിംഗ് ബിലീഫ് ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ആ സെഷനുണ്ട്. ആ സെഷന് ലിബറേഷൻ പ്രോസസ് ഞാൻ പേര് തന്നെ ഇട്ടിരിക്കുന്നത്. ഒരു പ്രോപ്പർ ലിബറേഷനാണ്. സീ ടു ബിലീവ് ഇറ്റ് എന്നല്ല, ബിലീവ് ഇറ്റ് ടു സീ ഇറ്റ്. അപ്പോൾ ഇത്രയും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടി ഷെയർ ചെയ്തു, നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുത്തു. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് പാർട്ട് ഓഫ് 42 പോഡ്കാസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് എ വെരി വെരി intriguing questions and you guys are doing a great job because നിങ്ങൾ ചെയ്യുന്ന കോണ്ടന്റ് ആണെങ്കിലും അതിനൊരു ഡിഫറൻസ് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. സോ go with a great purpose. Thank you.